الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما توفيقي إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله أبي وأمي وأهلي وبنتي ومالي وجسدي وروحي وقلبي فداك يا رسول الله خذ بيدي قلت حيلتي خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون قرآن الأمر الجليل عز وجل أكثروا من الصلاة علي فإن أول ما تسألون في القبر عني أو كما قال سيدنا وحبيبنا رسول الله لعلك تحلو والحياة مريرة لعلك ترضى والأنام غضاب لعلك تحلو والحياة مريرة لعلك ترضى والأنام غضاب وليت الذي بيني وبينك عامر
وبيني وبين العالمين خراب إذا صح منك الود يا غاية المنى فكل الذي فوق تراب تراب ജഗന്നിയന്തമായ സ്ഥലകാല സങ്കല്പങ്ങൾക്ക് അതീതനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹളായ ഫളൽ കൊണ്ട് നമ്മുടെ ഈ സമാഗമ സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ. ഇതിനു പകരം അവന്റെ മഗ്ഫിറത്തിന്റെയും റഹ്മത്തിന്റെയും അനുഗ്രഹീത പർദീസയാകുന്ന വിശുദ്ധ സ്വർഗം പുൽകാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധമായ ഇൽമ റബ്ബിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ പറയാനും കേൾക്കാനും ജീവിതമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഭിവന്ദരും ബഹുമാന്യരും, ഈ മജ്ലിസിന്റെ അധ്യക്ഷ പീഠം അലങ്കരിക്കുന്ന എന്റെ ബഹുമാന്യ സഹോദരൻ ബഹു അൽത്താഫ് ബാഖവി ഉസ്താദ്, ദുആയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യ സഹോദരൻ അബൂ സ്വാലിഹ് ഉസ്താദ്, നല്ല ശൈലിയിൽ ഹ്രസ്വ ഭാഷയിലൂടെ നല്ലൊരു ആശയത്തെ സമ്മാനിച്ച നല്ല ഒരു പ്രഭാഷകൻ എന്റെ ബഹുമാന്യ സഹോദരൻ ഉദ്ഘാടകൻ അൽ ഹാഫിദ് ഹാമിദ് ബാഖവി ഉസ്താദ്, എന്റെ ഏറ്റവും നല്ല ഉറ്റമിത്രവും കേരള മുസ്ലിം യുവജന ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയും 1.5 പതിറ്റാണ്ടോളമായി മംഗലപുരം ടൗൺ ജുമാ മസ്ജിദിന്റെ അനിഷേധ്യ അഭയവും അവസാന വാക്കും ആത്മീയ അധ്യക്ഷനും ബഹുമാന്യ ഖത്തീബുമായ നല്ല സഹോദരൻ ബഹു അമീൻ ഉസ്താദ്, എല്ലാറ്റിലുമുപരി ഈ പരിശുദ്ധ മജ്ലിസിന്റെ ആത്മീയ സാന്നിധ്യമായ വന്യരും ബഹുമാന്യരും ആദരണീയരും, സ്ഥാനം മറന്നുകൊണ്ട് ആ സ്ഥാനങ്ങളൊന്നും വകവയ്ക്കാതെ ഞങ്ങളോടൊപ്പം ഇറങ്ങി വന്ന് മനസ്സുകൊണ്ടൊരു സുഹൃത്തുക്കളെ പോലെ ഞങ്ങളോട് പെരുമാറി സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന വന്യരായ ഈ നാട്ടിന്റെ അഭിമാനമായ ഉസ്താദ് അൽ ഉസ്താദ് കല്ലൂർ അബ്ദുറഹീം ബാഖവി ഉസ്താദ്, മറ്റേ മഹനീയ വേദിയിലും സദസ്സിലുമുള്ള നല്ലവരായ ഉലമാക്കൾ, ഉമറാക്കൾ, അനുഗ്രഹീത പിതാക്കൾ, സ്നേഹനിധികളായ ഉമ്മമാർ, നിഷ്കളങ്ക സഹോദരിമാർ, ദീനിന്റെ ജീവസ്സുകളും ജിഹ്വകളുമാകുന്ന യുവമിഥുനങ്ങൾ, കൊച്ചുമക്കൾ, മുതഅല്ലിമീങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ ഈ പരിശുദ്ധ മജ്ലിസിനെ വീക്ഷിക്കുന്നവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മതസ്പർദ്ധകളാൽ വൈരം തീർക്കപ്പെടാത്ത തലത്തിൽ വളരെ ഐക്യത്തോടെയും സംയമനത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന നല്ലവരായ ഇതരമത അനുയായികളുടെ സംഗമ ഭൂമികയായ ഈ അനുഗ്രഹീത നാട്ടിൽ നല്ലവരായ ഇതരമത അനുയായികൾ ആരെങ്കിലും ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമർപ്പണത്തിന്റെ മതമായ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇങ്ങോട്ട് ശരി, അൽഹംദുലില്ലാഹ്. അവരൊക്കെ ഇവിടുത്തെ കുട്ടികളാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിലെ പിള്ളേർ അത് നോവർ എന്ന് പറഞ്ഞതുപോലെയാണ് കല്ലൂർ ഉസ്താദിന്റെ മുമ്പിൽ പുറത്ത് വലിയ സ്ഥാനമുള്ളവരാണ്, ബഹുമാനമുള്ളവരാണ്. ഈ അമീൻ ഉസ്താദൊക്കെ ഒന്ന് കഴിഞ്ഞൊടിച്ചാൽ ഈ തൃശ്ശൂർ ജില്ല മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിലെ KMYF-ന്റെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ ആശയം പിൻപറ്റി കൂടെ നിൽക്കാനാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ അദ്ദേഹം ഒരു നേതാവല്ല, ഇവിടുത്തെ പയ്യനാണ് കല്ലൂർ ഉസ്താദിന്റെ. അൽഹംദുലില്ലാഹ്, അതങ്ങനെ തന്നെയാണ്. ഇനി എത്ര ഉയർന്നാലും എത്ര വളർന്നാലും അതാണ് ഈ ബന്ധം എന്നുള്ളത്. ഇനി എത്ര വലിയ ശോഭയോടെ പ്രൗഢയോടെ ലോകം മുഴുവനും അറിയപ്പെട്ടാലും എന്റെ തല ചെന്ന് നിൽക്കുന്നത് എന്റെ ഉസ്താദിന്റെ കാൽപാദത്തിന് കീഴിലാണ്. അതാണ് ഈ ഗുരുത്വം. അവിടെയാണ് ഈ വിജയം മുഴുവൻ. അൽഹംദുലില്ലാഹ്.
എന്തായാലും മസ്ജിദുൽ ഇജാബ മദ്രസത്തുൽ ഹസനിയ അവിടെ ഈ വിനീതനും എത്തിപ്പെട്ടു നിങ്ങളുടെ മുമ്പിൽ. നല്ല പടച്ച റബ്ബ് നിയോഗിച്ചു ഈ മജ്ലിസ്. കുറെ കല്ലൂരിനെ കുറിച്ച് എനിക്കറിയാം. ഇവിടെ പല പാർശ്വഭാഗങ്ങളിലും വന്നിട്ടുണ്ട്. പക്ഷേ ഈ മദ്രസത്തുൽ ഹസനിയ എന്ന പേര് എനിക്കിപ്പോഴേ അറിയൂ. ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ ഈ ഹസൻ മൗലവി നഗർ, ആ സ്ഥലം, ഈ ജനിച്ചു വളർന്ന മണ്ണിതാണ്. ഈ ഹസൻ മൗലവിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ വാപ്പ അടക്കം പറയാറുണ്ട് ഈ വലിയ മഹാനെ സംബന്ധിച്ച്. അദ്ദേഹത്തെ ഈ മൗലവി എന്ന് മാത്രം ചേർത്തി പറയുമ്പോൾ അത് തന്നെ ഒരു അദബ് കേടാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുക. കാരണം അദ്ദേഹത്തിന്റെ ശരിക്കുള്ള ഖദറും അലമത്തും ഷറഫും ഒക്കെ ഈ വിനീതൻ അറിഞ്ഞത് ഇന്നലെ മഹാന്റെ മദ്ഹ് പറയാൻ വേണ്ടി മാത്രമായിട്ട് ഈ തിരക്കിനിടയിലും കല്ലൂർ ഉസ്താദ് കുറച്ച് സമയം കണ്ടെത്തി എന്നോട് സംസാരിച്ചു. നിങ്ങൾ വരുന്ന മണ്ണ് ഏതെന്നറിയോ, ഈ നാട് ഏതെന്നറിയോ, അവിടുത്തെ മെയിൻ ഈ ഹസൻ മൗലവി ഉസ്താദ് എന്ന് പറയുന്ന വലിയൊരു മഹാനാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദ് എത്ര വലിയവരാണ്. അവരുടെ മയ്യത്തിന് പോലും ഇനി എന്നെ കുളിപ്പിക്കണ്ട എന്ന തരത്തിൽ കറാമത്ത് വെളിവായി മരിച്ചവരാണ് അവരുടെ ഉസ്താദ്. ആ മയ്യത്തിനെ അവിടെ നിന്ന് ഏറ്റുവാങ്ങാനുള്ള സൗഭാഗ്യം കിട്ടിയ അവരുടെ അരുമ ശിഷ്യനാണ് ഈ പറയപ്പെടുന്ന ഹസൻ മൗലവി ഉസ്താദ് എന്ന് ഇന്നലെ കേട്ടപ്പോ ഞാൻ ഇന്ന് എന്റെ ജ്യേഷ്ഠനോടും പറഞ്ഞു, എന്ത് തിരക്കുണ്ടെങ്കിലും ഒഴിവാക്കിയിട്ട് ഇന്ന് പറ്റുമെങ്കിൽ ഇന്നത്തെ മജ്ലിസിൽ വരണം. കാരണം അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ്, ഒരു നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കോട്ടുപ്പാപ്പ ഈ വിനീതൻ അവരുടെ ഓരത്ത് പോകാറുണ്ട്. അവിടെ അവരുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും പലപ്പോഴും അവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ആ വലിയ മഹാൻ ഹസൻ മൗലവി ഉസ്താദിനോടൊപ്പം കൂടിയ മണ്ണി മണ്ണ എം വലിയുള്ളായ അറിയാത്തവരില്ല. മാമ ഉസ്താദ് കല്ലൂർ ഉസ്താദ് പറഞ്ഞത് എം വലിയുള്ള മാമ ഉസ്താദ്, ഞങ്ങൾ എം വലിയുള്ള എന്നാണ്. ഞാൻ 18 കുറെ നാൾ ഓതാനുണ്ടായിരുന്നു നമ്മുടെ തങ്ങൾ ഉസ്താദിനോടൊപ്പം. അപ്പോ ബുധനാഴ്ച കടന്നു വരുമ്പോ മിക്കവാറും ഒക്കെ ഞങ്ങൾ എം വലിയുള്ളയുടെ ഓരത്ത് പോയിരിക്കും. ഞങ്ങളന്ന് കൊച്ചുമക്കളാണ്. ഞങ്ങളെ വിളിച്ചടുത്തിരുത്തും, കുറെ വർത്താനം പറയും, കുറെ ഇങ്ങനെ രസകരമായി ഞങ്ങളോടൊപ്പം വന്ന് സംസാരിക്കാറുണ്ടായിരുന്നു എം വലിയുള്ള. ആ മഹാനെ തേടിയിട്ട് അവിടെ ഒരുപാട് ഉലമാക്കൾ എത്തുമ്പോ അവര് ഇവിടെ മഹ്ശറ അല്ലെ അമീൻ ഉസ്താദെ, മഹ്ശറ നമ്മുടെ വിഷയം. നാസർ ഉസ്താദൊക്കെ നേരത്തെ വന്നിരിക്കുക. നമ്മളെല്ലാവരും തടി കൂടുകയും ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. നാസർ ഉസ്താദ് എപ്പോഴും ഇത് തന്നെ. അത് തന്നെ, ഒരു വ്യത്യാസമില്ല. അൽഹംദുലില്ലാഹ്. അതിന്റെ ആ ബുർദയുടെ പവറാണോ? ശരി, ഇൻഷാ അല്ലാഹ്. മഹ്ശറയാണ് എന്റെ മുമ്പിലുള്ള വിഷയം. ഇത് വലിയ ഗൗരവമാണ്. ഇത് തുടങ്ങിയതിനേക്കാളും അവസാനിക്കുമ്പോൾ ഗൗരവം കൂടിക്കൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു വിഷയം. അപ്പൊ ഇതിൽ നിന്ന് ഒരല്പം പോലും താഴോട്ട് വരാൻ പറ്റില്ല. ഇന്നല്ല നാളെ നമ്മൾ അനുഭവിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇത് ഖുർആൻ ഇങ്ങനെ പറഞ്ഞു. അല്ലാഹുവിന്റെ മുത്തനബിയുടെ തിരു ഹദീസുകൾ നമ്മെ പഠിപ്പിക്കും. ഇതാണ് ഇന്നത്തെ ചർച്ച. ഇതുവരെ നടന്നതല്ല. ഇനി എന്താണ്? ബാസ് ഒരുപാട് കൂട്ടം വേണ്ട കേട്ടോ. ഇനി എന്താണ് നടക്കാനുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച. ഇതിന്റെ ആധികാരികത ഖുർആനാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എന്നിലൂടെ പോകണ്ട, ഖുർആനിലൂടെ സഞ്ചരിക്കുക, മുത്തനബിയുടെ തിരുവചനങ്ങളിലൂടെ സഞ്ചരിക്കുക. ഓരോ ഘട്ടം പറയുമ്പോഴും ആ ഘട്ടത്തിൽ എന്റെ അവസ്ഥയാണ്, ഞാൻ ഇതിനെങ്ങനെ നേരിടണം എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോഴേ ഇൽമു ഉപകാരപ്പെടും, അപ്പോഴേ വഅദ് ഉപകാരപ്പെടും. അല്ലാഹു തആല അത്തരത്തിലാക്കി സ്വീകരിക്കുമാറാകട്ടെ. അത് നമുക്ക് തരും, ഉറപ്പാണ്. അത് വിശ്വസിച്ചില്ലെങ്കിൽ മുസ്ലിം അല്ല. അപ്പൊ ആ വിശ്വാസം നമുക്കുണ്ട്. രണ്ടാമതൊരു ജീവൻ നമുക്കുണ്ടാകും മരണത്തിന് ശേഷം. അത് എപ്പോഴാന്ന് ഇപ്പൊ പറയും ഇൻഷാ അല്ലാഹ്. അബൂറബി അല്ല പറയാ, അല്ലാഹുവിന്റെ മുത്തനബിയുടെ തിരു ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചു തരും, മഹത്തുക്കളുടെ വചനം. അപ്പൊ രണ്ടാമതൊരു ജന്മം കിട്ടും. ആ ജന്മം കിട്ടിയതിന് ശേഷം പിന്നെ മഹ്ശറ എന്ന ലോകത്താണ്. എവിടെയാണ് ആ ലോകം? അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, മുത്തനബിയുടെ ഹദീസ് പറയട്ടെ, അവിടെ എന്തൊക്കെ ഉണ്ടാവുക അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ മുന്നോടിയായി ലോകം അവസാനിക്കും. ഇതൊക്കെ ലോകം അവസാനിച്ചതിന് ശേഷം നടക്കാനുള്ളതാണ്. ലോകം എന്നാ അവസാനിക്കുക നമുക്കറിയില്ല.
ലോകം എന്നാണ് അവസാനിക്കുന്നതെന്ന് വ്യക്തമായ ഒരു തീയതി അള്ളാഹുടെ മുത്തുനബിയിലൂടെ അള്ളാഹു ലോകത്തിന് നൽകിയിട്ടില്ല. മുത്തുനബിക്കറിയും, മുത്തുനബിയിലൂടെ അത് അള്ളാഹു ഗോപ്യമാക്കി. അതല്ലാതെ നമ്മൾ ഇനി എത്ര പരിശ്രമിച്ചാലും ലോകാവസാനത്തിന്റെ വ്യക്തമായ ഒരു തീയതി കണ്ടെത്താൻ ഇവിടത്തെ ശാസ്ത്രീയ നിരീക്ഷകർക്ക് കഴിയില്ല, ഇവിടത്തെ ദീർഘവീക്ഷകർക്ക് കഴിയില്ല, കഴിഞ്ഞിട്ടുമില്ല. ഭൂമിയുടെ സ്പന്ദനം അറിയുന്നവർക്ക് പോലും കിട്ടില്ല. ഇതെന്നാ തകർന്നു വീഴുക? ഉടനെ തീരും. പ്രപഞ്ച നാശത്തിലാണ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ശരി തന്നെയാണ്. അതിന്റെ നാശത്തിലേക്കാ, ഭൂമി അതിന്റെ തകർച്ചയിലേക്കാ. ചൂട് അനുദിനം കൂടിക്കൊണ്ടിരിക്കെ, പ്രകൃതിയും കാലാവസ്ഥയും വ്യതിയാനമാക്കി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇതെല്ലാം അവസാനത്തിലേക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ കരവിരുതുകളും പ്രവർത്തികളും അതിക്രമങ്ങളും അടക്കം എല്ലാം വിളിച്ചു പറയുന്ന നിശബ്ദമായ ഭാഷ ലോകം അതിന്റെ തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്നു എന്നാണ്. പക്ഷെ അത് ഖിയാമത്താൾ എന്നാ നമുക്കറിയില്ല. അത് അല്ലാഹു തആല മറച്ചു വെച്ചിരിക്കുന്ന അല്ലാഹുടെ 5 രഹസ്യ വിവരങ്ങളിൽ ഒന്നാണ് ലോകാവസാനം. മഫാത്തിഹുൽ ഗൈബി ഖംസുൻ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. അദൃശ്യമായ ജ്ഞാനത്തിന്റെ താക്കോല് അല്ലാഹുടെ കയ്യിലാണ്. അത് 5 ഉണ്ട്. ഇത് ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹു തആല തുറന്നു കൊടുത്തിട്ടില്ല. ഇത് അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ലാ യഅലമുഹാ അഹദുൻ ഇല്ലല്ലാഹ്. ഒരാൾക്കും അറിയില്ല, അല്ലാഹുക്കേ അറിയും. ഏതാ ഈ 5 ഞാൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകാം, വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. ലാ യഅലമു മാ തഗീലുൽ അർഹാം. ഗർഭപാത്രത്തിന്റെ ഉള്ളറയിലുള്ള വസ്തു, ബീജവും അണ്ഡവും സംയോജിപ്പിക്കപ്പെട്ട തരത്തിൽ സംഘലിപ്പിക്കപ്പെട്ട ആ വസ്തു ഇതെന്തായി മാറും? ഇത് ആണാകുമോ? ഇത് പെണ്ണാകുമോ? അതല്ല രണ്ടും കെട്ട നപുംസകമാകുമോ? അതല്ല ഇതൊന്നുമല്ലാത്ത തരത്തിൽ ഇത് വിസർജിക്കപ്പെടുമോ? ആർക്കും അറിയില്ല. അപ്പൊ പിന്നെ സ്കാനിങ് റിസൾട്ടുകൾ വന്ന അതൊക്കെ ഉരുവപ്പെട്ടതിന് ശേഷമല്ലേ? അത് തന്നെ അനുമാനങ്ങളാണ്, വ്യക്തമാവൂല. ഇനി അതിൽ വ്യക്തമായാലും അതിനെ തന്നെ മാറ്റിമറിക്കാൻ, ലിംഗ വ്യത്യാസം വരുത്താൻ അള്ളാഹുവിനെ കഴിയും. അപ്പൊ അങ്ങനെ ആർക്കും ഉറപ്പിക്കാൻ പറ്റൂല ഗർഭപാത്രത്തിന്റെ ഉള്ളറയിലുള്ള വസ്തുവിന്റെ ഭാവി എന്താകുമെന്ന്. ഇത് അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും അറിയാം. 1. 2. ലാ യഅലമു മാ ഫീ ഗദിൻ അഹദുൻ ഇല്ലല്ലാഹ്. നാളെ എന്ത് സംഭവിക്കും? നാളെ ബുധനാഴ്ച, ഇവിടെ എന്ത് സംഭവിക്കുന്ന? മറ്റൊന്ന് മത്താ യഅത്തിൽ മത്തറു അഹദുൻ ഇല്ലല്ലാഹ്. എപ്പോഴാ ഭൂമിക്ക് മഴ കിട്ടുക? അറിയില്ല. അങ്ങനെ ഒരു മഴയുടെ കാലാവസ്ഥയെ കൊണ്ടെന്ന് നമ്മൾ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ നമ്മളിപ്പോ പരിപാടി ഇങ്ങനെ പരിപാടികളൊന്നും നമ്മൾ വെക്കില്ലല്ലോ. അങ്ങനെയല്ല, നമുക്ക് അറിയില്ല എപ്പോ മഴ പെയ്യുമെന്ന്. നിരീക്ഷകർ പറയണ, കാലാവസ്ഥാ നിരീക്ഷകർ പറയും അത്ര മില്ലിമീറ്റർ മഴ പെയ്യും, ഇത്ര പെയ്യും, നാളെ ഇന്ന മഴയ്ക്ക് സാധ്യതയുണ്ട്, യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്. ഈ പറയപ്പെടുന്ന ദിവസമൊന്നും മിക്കവാറും മഴ പെയ്യാറുമില്ല. അതാണ് വിരോധാഭാസം, അല്ലേ? വ്യക്തമാക്കി ഉറപ്പിച്ച് പറയാൻ അല്ലാഹുക്കല്ലാതെ സാധ്യമല്ല. അതേപോലെ തന്നെ വലാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്. എപ്പോഴാ മരിക്കുക? എവിടെ വെച്ചാ മരിക്കുക? ഏത് നേരത്താ മരിക്കുക? ഏത് ഭൂമിയിലാ മരിക്കുക? അറിയാൻ കഴിയില്ല. ഇന്ന് രാവിലെ ഒരു മരണത്തിന് കടുവാപ്പള്ളിയിൽ എത്തുമ്പോൾ അവിടെയുള്ള ഒരു കമർ സാഹിബ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരനുണ്ട്. അവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാവ മനുഷ്യൻ. അദ്ദേഹം ഒരുപാട് സങ്കടത്തിലാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളെ നീക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെ ചെന്ന് കാണുമ്പോൾ തന്നെ കരയണം. പറയാനുള്ള കാരണം, ഒരു 3 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൾ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിനടുത്ത് മീനാടാണ് അവർ താമസിക്കുന്നത്. ആ മകൾ എവിടെ പോയാലും 38-കാരി, അവളും അവളുടെ ഭർത്താവും കൂടി ഒരുമിച്ച് 2 വീലറിലാണ് സഞ്ചരിക്കാറുള്ളത്. അങ്ങനെ അന്നും സഞ്ചരിച്ചിങ്ങനെ പോയിട്ട് ഹൈവേയുടെ സൈഡിലോ എവിടെ വെച്ചിട്ട് ബാക്കിൽ നിന്ന് വന്ന ലോറിയോ എന്തോ കയറി ഈ ബൈക്കിൽ ഒന്ന് തട്ടിയിട്ട് ഇവർ രണ്ടുപേരും 2 വശത്ത് വീഴുകയും ഈ പാവപ്പെട്ട പെൺകുട്ടി ഈ ഇടിച്ച വണ്ടിയുടെ ടയറിന്റെ നേരെ അടിച്ചെന്ന് വീണ് അപ്പോൾ തന്നെ ടയർ കയറി ഇറങ്ങി ആ സെക്കൻഡിൽ മരണപ്പെട്ടു. അതിങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മാമയാകുന്ന ഈ സഹോദരൻ കരയുന്ന കണ്ടിട്ട്, ആ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു താൻ പോകുന്നത് മരണത്തിലേക്കാണെന്ന്. ആർക്കും അറിയില്ല. ഇങ്ങനെ ഓരോ ദിവസത്തെയും 100 കണക്കിന്റെ സംഭവം നമ്മുടെ മുമ്പിൽ. ലാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്. എപ്പോഴാ മരിക്കുക? അല്ലാഹുക്കല്ലാതെ അറിയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. വലാ യഅലമു മത്താ തഖൂമുസ് സാഅ. അതിൽ അഹദുൻ ഇല്ലല്ലാഹ്. അതിൽ 5ാമത്തതാണ് നമ്മുടെ വിഷയത്തിന്റെ പ്രധാനം. അവിടെയാണ് നമ്മളെ ഇന്നലത്തെ ഹസൻ ഉസ്താദും ഒക്കെ. അതൊക്കെ അല്ലാഹു തആല നിമിഷത്തിൽ അവർക്കൊക്കെ അറിവ് നൽകി, അല്ലെ? ഹസൻ മൗലവി ഉസ്താദിന്റെ ഷെയ്ഖിന്റെ സംഭവമൊക്കെ ഇന്നലെ കേട്ടപ്പോൾ കുളിര് കോരിപ്പോയി. സമാനമായ ഒരു സംഭവം ഒരു 2-3 മാസം മുമ്പ് വലിയൊരു തങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി, മറ്റൊരു വലിയ മഹാനെ സംബന്ധിച്ച്. അതേപോലത്തെ ഒരു സംഭവം. അല്ലാഹു തആല അവരുടെയൊക്കെ മഹത്വം കൊണ്ട് നമ്മയും ആദരിക്കുമാറാകട്ടെ.
എന്തോ ആവട്ടെ, അവസാനത്തത് വലാ യഅലമു മത്താ തഖൂമു സ്സാഅ, എപ്പോഴാ ഖിയാമത്ത് നാൾ സംഭവിക്കും? ആർക്കാ പറയാൻ കഴിയുക? ഖിയാമത്ത് നാൾ ഇന്നുണ്ടാകുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റും? അടുത്ത ദിവസം ഉണ്ടാകുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റും? പറയാനേ കഴിയില്ല. ഇപ്പോഴും മിക്കുള്ളവരും പറയുന്നുണ്ട്, നിരീക്ഷകരും ഗവേഷകരും ദീർഘവീക്ഷകരും ആത്മജ്ഞാനികളും ഒക്കെ പറയുന്നുണ്ട് ലോകം അതിന്റെ അവസാനത്തിൽ എത്തി. ഈ അടുത്ത് കുവൈറ്റിൽ നടന്ന ലോക അറബ് രാഷ്ട്ര നേതാക്കളുടെ വലിയൊരു കോൺഫറൻസിൽ ഉരുത്തിരിഞ്ഞു വന്ന വലിയൊരു വാക്ക് ഭൂമി അതിന്റെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ ലോക അവസാനത്തിന്റെ പ്രക്രിയകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്നാണ്. അതിന്റെ ഏറ്റവും വലിയ കാരണം ഈ ശാസ്ത്ര നിരീക്ഷകരുടെ കാരണമായി അറബ് നേതാക്കൾ ലോകത്തോട് പറഞ്ഞത് സൂര്യന്റെ ചൂട് അനുദിനം കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ലോകാവസാന സങ്കല്പമാണ് അവര് പുറത്തുവിടുന്നത്. ഈ ചൂടിങ്ങനെ കൂടി അവസാനം ഭൂമി വാസയോഗ്യമല്ലാതെ ജീവജാലങ്ങൾ മുഴുവനും ചത്തുടുങ്ങിയിട്ട് കരിഞ്ഞടങ്ങിയിട്ട് ഈ ഭൂമി പ്രേതഭൂമികയാക്കി മാറ്റപ്പെടും. ഇങ്ങനെ ഒരു ലോകാവസാനത്തിന്റെ തുടക്കം കുറിച്ചു എന്നൊക്കെ അവർ പറയേണ്ടത്. എന്തോ ആവട്ടെ പ്രിയപ്പെട്ടവരെ, ലോകാവസാനിക്കും, അത് ഉറപ്പാ. അത് എന്നാ നമുക്കറിയില്ല. ഒരു വെള്ളിയാഴ്ച ലോകത്ത് ഇത്രയേറെ വൃത്തികെട്ട ഒരു വിഭാഗം ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്ര വൃത്തികെട്ട മനുഷ്യരുടെ മുകളിലേക്കാണ് ആകാശം വെള്ളിടി പൊട്ടി തകർന്നു വീഴുക എന്ന് പറഞ്ഞാൽ, അല്ലാന്ന് വിളിക്കാൻ പറ്റിയ ഒരൊറ്റ കൽബും ഈമാനിന്റെ ലെവലേശം അണുവിട മനസ്സിലുള്ളവരും ഭൂമിയിലുണ്ടാവില്ല. അവരൊക്കെ അതിനു മുമ്പേ യമന്റെ ഓരങ്ങളിൽ നിന്ന് വരുന്ന ഒരുതരം കുളിർതെന്നൽ ഏറ്റിട്ട് ആ കുളിർതെന്നൽ ഏൽക്കുന്നതോടുകൂടി തന്നെ മരിച്ചു വീഴും. ഇച്ചിരിയെങ്കിലും ഈമാനുള്ളവർ. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ലെവലേശം ഈമാനുള്ളവർ. അങ്ങനെ ഒരു അല്പ ഈമാൻ ഉണ്ടെങ്കിലും അവന് വിലായത്തുണ്ട് എന്നാണ്. വിലായത്തിന്റെ ഒരു ഘട്ടം അവനുണ്ട് എന്നാ, ഒരു ചെറിയ അംശം. അങ്ങനെയുള്ളവരെ മുഴുവനെയും അല്ലാഹു തആല തീർക്കും. അവര് തീർന്നാൽ പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആർക്കും അവകാശമില്ല. അവരുള്ളത് കൊണ്ടല്ലേ ഭൂമി നിലനിൽക്കുന്നത്. വബിഹിം തുൻസറൂൻ വബിഹിം തുർഹമൂൻ വബിഹിം തുൻതറൂൻ വബിഹിം തുർസഖൂൻ. അപ്പൊ ഇതൊന്നുമില്ലാത്തവരുടെ മേൽ ഒരു വെള്ളിയാഴ്ച, ഏത് വെള്ളിയാഴ്ച നമുക്കറിയില്ല. എല്ലാ പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകിയിരുന്ന ഒരു വെള്ളിയാഴ്ച. അതുകൊണ്ടാ വെള്ളിയാഴ്ച ദിവസത്തെ മനുഷ്യനും ജിന്നുമല്ലാത്ത എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളിയാഴ്ച പേടിയാണ്. അത് അവരുടെ പ്രകൃതിയിൽ അല്ലാഹു ഊട്ടപ്പെട്ടു കൊടുത്തിരിക്കുന്ന ഒരു തരം ഭയം. എല്ലാ വെള്ളിയാഴ്ചയും അവർക്ക് ഭയമാണ്. ലോകം അവസാനിക്കുമോ? അത്ര വലിയൊരു ഫിത്നയാണ്, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഫിത്നയാണ് അവിടെ ഉണ്ടാവുക. ഇതില്ലാത്ത ആകെ രണ്ട് വർഗം, അത് മനുഷ്യനും ജിന്നും മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. എന്താവട്ടെ, വെള്ളിയാഴ്ച അല്ലാഹു തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടി പടയ്ക്കപ്പെട്ട അന്ന് മുതൽ സൂറെന്ന കാഹളം എന്ന ലോകം ഒരു നാൽക്കാലിയുടെ കൊമ്പ് പോലെ രൂപാന്തരപ്പെട്ട ഒരു വലിയ ലോകം, അതാണ് സൂറെന്ന കാഹളം. ആ കാഹളത്തിൽ ഊതാനുള്ള അല്ലാഹുവിന്റെ നിർദ്ദേശം വരുന്നതോടുകൂടി അക്ഷരം പ്രതി അനുസരിച്ച് ഊതും. ഇത് ഏത് ഊതല? നമ്മളെ ഭൂ എന്നുള്ള ഊതലൊന്നും അല്ലത്. അത് മലക്കിന്റെ ഒരു തരം ഊതല. നമുക്കറിയില്ല ഊതല്. അതൊരു ചെറിയ ലോകം, ചെറിയ പീപ്പിയും കാഹളമൊന്നല്ല, അതൊരു വലിയ ലോകമാണ്. ഇതങ്ങോട്ട് ഊതുന്നതോടുകൂടി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തകർത്ത് തരിപ്പണാക്കി 1000 ശക്തിയുടെ വെള്ളിടിയും പൊട്ടി അങ്ങ് അവസാനിച്ചു എന്ന്. അങ്ങനെയല്ല, അതിന്റെ ഫിത്ന തന്നെ വർഷങ്ങളോളം നിലനിൽക്കുന്ന ആ സൂറെന്ന കാഹളത്തിൽ ഓതിയതിന്റെ പ്രകമ്പനം ഈ ഭൂമിയിൽ ദീർഘനാള് നിലനിൽക്കുന്ന അത്ര വലിയ ഭീകരമായ ഒരു അവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുക സൂറെന്ന കാഹളം. ഈ കാഹളത്തിൽ ഊതുന്നതോടുകൂടി ആലങ്കാരികമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ കൺട്രോൾ അല്ലാഹു മുറിക്കും, അല്ലാഹു പിൻവലിക്കും പ്രിയപ്പെട്ടവരെ. പിന്നെ എന്താ സംഭവിക്കുക? അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വഖൈറുൻ അമലാ ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. ലോകാവസാനത്തിന്റെ വിപ്ലവം അല്ലാഹുവിന്റെ ഖുർആൻ പറയേ, സൂറെന്ന കാഹളത്തിൽ ഊതുന്നതോടുകൂടി വയൗമ നുസയ്യിറുൽ ജിബാൽ,
ഈ പർവ്വതങ്ങളുടെ അടിക്കല്ല് പോലും പൊട്ടിത്തകരും നബിയേ. അത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തപ്പെടും നബിയേ. അത് അന്തരീക്ഷത്തിലൂടെ പറക്കും നബിയേ. അഥവാ പ്രിയപ്പെട്ട സഹോദര, ഹിമാലയ സാനുക്കൾ അടക്കം അന്തരീക്ഷത്തിലൂടെ പഞ്ഞിക്കട്ടകളെ പോലെ പറക്കുന്ന ഭീകരത. എന്തൊരു ശക്തിയാ കാറ്റിന്, എന്തൊരു സംഹാരത്തിന്റെ താണ്ഡവമാ. وحشرناهم فلم نغادر منهم أحدا. ഒരു പത്തിരി പോലെ പരന്നു പോകുന്ന ഭൂമിക. ഈ ഭീകര ദൃശ്യങ്ങൾ, സംഹാര താണ്ഡവങ്ങൾ നടമാടുന്നതോടുകൂടി ഈ ഭൂമിയുടെ വളവുകൾ മാറുന്നു, കുഴികളും കുന്നുകളും മാറുന്നു. അവസാനം ഒരു പത്തിരി പോലെ പരന്നു നിൽക്കുന്ന ഭൂമികയായി ഈ ഭൂമിക തരിശായി മാറപ്പെടുന്ന ഭീകരത അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, സൂറന്ത കാഹളത്തിൽ ഊതുന്നതോടുകൂടി ഭൂമിക്ക് എന്താ സംഭവിക്കുക? യൗമ തകൂനു സമാഉ കൽമുഹിൽ وتكون الجبال كالعهن ولا يسأل حميم حميما. അല്ലാഹുവിന്റെ കഴിവിനെ സമ്മതിക്കാതെ തരമില്ല പ്രിയപ്പെട്ടവരെ. ഇത് അബൂ റബീന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയേ. ആ സൂറന്ത കാഹളത്തിൽ ഓതപ്പെടുന്ന ദിവസമുണ്ടല്ലോ, അന്ന് തകൂനു സമാഉ കൽമുഹിൽ. ഈ പ്രൗഢവിശാലമായ വിസ്തൃതമായ ആകാശം ഉരുകി ഒഴുകും നബിയേ. അത് ഉരുകി തകരും നബിയേ. ഉരുകിയ ലോഹം പോലെ നാമാവശേഷമാകും നബിയേ. വതകൂറുൽ ജിബാലു കൽഉഹൻ. ഈ ഭൂമിയെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന പർവ്വത സമുച്ചയങ്ങളില്ലേ, അത് മുഴുവനും കേവലം രോമങ്ങളെ പോലെ, കേവലം പഞ്ചുകളെ പോലെ, കേവലം രോമങ്ങളെ പോലെ അന്തരീക്ഷത്തിലൂടെ പറക്കും നബിയേ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. എന്റെ കല്ലൂരിലെ ഉമ്മ, ഭൂമിയുടെ ഈ ഭീകര ദൃശ്യങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന, സംഹാരിത നടമാടിക്കൊണ്ടിരിക്കുന്ന അന്നത്തെ ദിവസം നിന്റെ പ്രിയപ്പെട്ട മകനെ അന്വേഷിക്കാൻ നിനക്ക് കഴിയൂല ഉമ്മ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നലെ വരെ എന്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചിരുന്നത് സൂറന്ത കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി ഭൂമിയിൽ നടക്കുന്ന ഈ ഭീകരത കണ്ടു നിൽക്കുമ്പോ നിന്റെ ഭർത്താവിനെ മറന്നു പോകുമ്പോളേ, എന്റെ സഹോദര, ഇത് അബൂ റബീന്റെ വാക്കല്ല. അങ്ങനെ ഒരു ഭീകരത ലോകം കണ്ടിട്ടില്ല, ലോകം ദർശിച്ചിട്ടില്ല. ഇവിടെയാണ് ജബാബിറത്തിന്റെ സിഫത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, അവന്റെ കഴിവിവിടെയാണ്. അറിയാതെ സമ്മതിച്ചു പോകും പ്രിയപ്പെട്ടവരെ. അന്നത്തെ സൂര്യന്റെ ഗതി എന്താണെന്നറിയുമോ? അന്നത്തെ ചന്ദ്രന്റെ കഥ എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ജഗന്നി എന്താവ തന്നെ പഠിപ്പിക്കട്ടെ. ഇദ ശംസു കുവ്വിറത് വഇദൻ നുജൂമു ഖദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇസാറു ഉത്ലത് വഇദൽ വുഹൂസു ഹുസിറത് വഇദൽ ബിഹാറു സുജ്ജിറത്. അല്ലാഹ്, ഇദ ശംസു കുവ്വിറത്, അന്നേ ദിവസത്തെ സൂര്യൻ കെട്ടടങ്ങും നബിയേ. ഈ ഭൂമി ലോകത്തിന്റെ മുഴുവനും വെളിച്ചം നൽകി നിന്നിരുന്ന സൂര്യൻ അത് കെട്ടുപോകും നബിയേ. അത് തകർന്നു വീഴും നബിയേ. വഇദൻ നുജൂമു ഖദറത്, 14-ാം രാവിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ തെളിഞ്ഞ നീലിമയിൽ ഉദിച്ചു നിൽക്കുന്ന വർണ്ണശബളതയുടെ, ചാരുതയുടെ, സൗരഭ്യത്തിന്റെ, മനോഹാരിതയുടെ പ്രതിബിംബമാകുന്ന, പ്രതിരൂപമാകുന്ന ഈ ചന്ദ്രബിംബമടക്കം കെട്ടുപോകും പ്രിയപ്പെട്ടവരെ, തകർന്നു പോകും പ്രിയപ്പെട്ടവരെ. അതെല്ലാം പരസ്പരം കൂട്ടിമുട്ടിക്കൊണ്ട് വലിയ വിസ്ഫോടനാത്മക ശബ്ദത്തോടുകൂടി തകർന്നടിയുന്നു, വെറും ധൂളികളായി മാറുന്നു.
വഇദൽ ജിബാലു സുയ്യിറത്, അന്തരീക്ഷത്തിലൂടെ അന്ന് പറപറക്കുന്ന പഞ്ഞിക്കട്ടകൾ അത് ഭൂമിയിലെ പർവ്വതങ്ങളാണ്, ഭൂമിയിലെ മലമലകളാണ്, ഭൂമിയുടെ മാമലകളാണ്. അന്നത്തെ കാറ്റിന്റെ വേഗത എത്രയാ! ഈ പർവ്വതങ്ങളെ പോലും അന്തരീക്ഷത്തിലൂടെ പറപറത്തി കളയുന്ന അന്നത്തെ കൊടുങ്കാറ്റിന്റെ ശക്തി എത്രയാണ് പ്രിയപ്പെട്ട സഹോദര! അല്ലാഹുവിനെ ചിന്തിക്ക്, അവനിലേക്ക് മടങ്ങ്. അതിനാണ് അതിന്റെ ഭീകരത റബ്ബ് പഠിപ്പിക്കുന്നത്. അന്ന് റബ്ബ് ജബാബിറത്തിന്റെ സിഫത്തിന്റെ ഉടമസ്ഥനാണ്. അന്ന് റബ്ബ് ജലാലിയത്തിന്റെ വസ്തുഹോലിബായവനാണ്. ലവലേശം കരുണ പ്രതീക്ഷിക്കണ്ട. മനുഷ്യൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അവന്റെ കനകക്കട്ടികളെ മുഴുവനെയും വലിച്ചെറിയുന്ന ദിവസം അവനെന്ത സ്വത്ത് വേണ്ട, അവനെന്ത സ്വപ്ന സൗധം വേണ്ട, അവനെന്ത കച്ചവടം വേണ്ട, അവന്റെ ഏക്കർ കണക്കിന്റെ ഭൂമി വേണ്ട, അവന്റെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന ആഭരണങ്ങൾ വേണ്ട, അവൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരൊറ്റ മുത്തുകളും അവനെന്ത് വേണ്ട. ഒരൽപ്പം സമാധാനം മതി, ഒരൽപ്പം രക്ഷ മതി, ഒരൽപ്പം അഭയം മതി. എവിടെയാണ് അഭയം കിട്ടുക? നെട്ടോട്ടമോടും പെങ്ങളെ, നിന്റെ വിലകളി കേൾക്കാ നിന്റെ ഉമ്മയില്ല, നിന്റെ നിലവിളി കേൾക്കാൻ നിന്റെ ഭർത്താവില്ല, നിന്റെ ദീനരോധനം കേൾക്കാൻ നിന്റെ ബാപ്പയില്ല. പൊന്നുമോനെ, എന്തൊരു പറച്ചിലാണ് റബ്ബ് പറയുന്നത് പ്രിയപ്പെട്ടവരെ! ഇവിടെവിടെയാണ് കരുണാ നിമിഷത്തിൽ ഉണ്ടാവുക? കൊടുങ്കാടുകളിൽ മനുഷ്യന്റെ രക്തത്തിന് വേണ്ടി, മാംസത്തിന് വേണ്ടി ആർത്തുപിടിച്ച് കിടക്കുന്ന വലിയ ഹിംസ്ര ജന്തുക്കളില്ലേ? ആ വലിയ വന്യമൃഗങ്ങൾ പോലും പേടിച്ചരണ്ടുകൊണ്ട് കാടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് മനുഷ്യരോടൊപ്പം ഇഴുകി മാറുന്നു. ഭയം കാരണം അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ. പൂച്ചക്കുട്ടികളെ പോലെ മനുഷ്യനോടൊപ്പം ഇഴുകി നിൽക്കുന്നു. അവര് പോലും ഭയന്ന് നിൽക്കുന്നു. വഇദൽ ബിഹാറു സുജ്ജിറത്, ഇനി ഭൂമിയിലൊന്നും താമസിക്കാൻ നിർവാഹമില്ല കൂട്ടരെ. അതുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ ഞങ്ങളോടൊപ്പം വാ, ഞങ്ങൾ സമുദ്രത്തിലേക്ക് അഭയം തേടുകയാണെന്ന് മനുഷ്യനെ പോലെ ഭൂമി അല്ലാഹു തആല പതിച്ചു കൊടുത്ത മറ്റൊരു വർഗമാകുന്ന ഭൂതവർഗം, ജിന്നുവർഗം മനുഷ്യരോട് പറയുകയാണ്, ഇനി ഭൂമിയിൽ താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതേ സമുദ്രത്തിലേക്ക് പറക്കുകയാണ്. ഇനി അവിടെയേ അഭയമുള്ളൂ. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം വരാൻ കഴിയുമെങ്കിൽ നിങ്ങളും വരിക. മനുഷ്യരോട് സലാം പറയുന്നു. ജിന്നുവർഗം ഞൊടിയിടയിൽ സമുദ്രത്തിന്റെ ഉള്ളറകളിലേക്ക് പറക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ അവരുടെ ഉദ്യമത്തെ പരിഹസിക്കുകയാണ്. അല്ലാഹു ഈ അദൃശ്യമായ ഭൂമിയുടെ കൺട്രോളിനെ തകർത്തെറിഞ്ഞാൽ പിന്നെ ഏത് സമുദ്രമാണ് അഭയം നൽകുക നബിയേ? ഒരു സമുദ്രവും അഭയമില്ല റസൂലുള്ളാഹ്. അന്നത്തെ സമുദ്രത്തിന്റെ കഥ എന്താണെന്നറിയുമോ? വഇദൽ ബിഹാറു സുജ്ജിറത്, അന്ന് ഈ സമുദ്രത്തിന്റെ ജലധാരകൾ മുഴുവനും വാളി കത്തും നബിയേ. സമുദ്രം മുഴുവനും കത്തി അമരും നബിയേ. എന്റെ പെങ്ങളെ, ചിന്തിക്കുന്നതിനപ്പുറമാണ് അല്ലാഹുവിന്റെ കഴിവ്. അല്ലാഹു ഈ ലോകത്ത് തന്നെ നടമാടുന്ന വിപ്ലവം കണ്ടോ പ്രിയപ്പെട്ടവരെ? അന്ന് സമുദ്രത്തിൽ പോലും അഭയമില്ല. ഉടനെ ജിന്നുവർഗം ആകാശത്തേക്ക് പറക്കുന്നു. ഇനി ഭൂമിയിൽ ഇടമില്ല, സമുദ്രത്തിൽ അഭയമില്ല. അതുകൊണ്ട് ആകാശത്തിലേക്ക് കൂടൊരുക്കാമെന്ന് കരുതിയിട്ട് അവസാനത്തെ പിടിവള്ളി എന്നോണം ആകാശങ്ങളിലേക്ക് അഭയത്തിന് വേണ്ടി പറക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ അവരുടെ ആ ഉദ്യമത്തെയും പരിഹസിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോൾ നമ്മളെ പിൻവലിച്ചേ നബിയേ. പിന്നെ ഏത് ആകാശത്തിലാ ഇവിടെ കൂടൊരുക്കുക? ഏത് ആകാശമായി ഇവർക്ക് അഭയം നൽകുക? അന്നത്തെ ആകാശത്തിന്റെ ഗതി അറിയുമോ? യൗമന തുവിസ്സമാ كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين.
എന്തൊരു പറച്ചിലാ പ്രിയപ്പെട്ടവരെ, എന്തൊരു കലാമാ പ്രിയപ്പെട്ടവരെ. അല്ലാ അല്ലാ, ഇതെന്തൊരു കഴിവാണല്ലാ. നിന്റെ കഴിവിന്റെ മുമ്പിൽ ഞങ്ങളെ ജീവിതങ്ങളെ സമർപ്പിച്ചേ അല്ലാ, നിന്നിൽ വിശ്വസിച്ചേ അല്ലാ. അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആനിലൂടെ എത്ര ലാഘവത്തോടെ പറയുന്നു. ഈ ഭൂതവർഗം അഭയം തേടുന്ന ആകാശത്തിന്റെ അവസ്ഥ അറിയുമോ? അന്നീ ആകാശത്തെ നമ്മൾ ചുരുട്ടിയെറിയും നബിയേ, ഈ ആകാശത്തെ ചുരുട്ടിയെറിയും നബിയേ, തകർത്തെറിയും നബിയേ. എങ്ങനെയാ ചുരുട്ടുന്നതെന്നറിയുമോ? എന്റെ കല്ലൂരിലെ ഉമ്മ, പഴയ കാലത്തിന്റെ ഉമ്മമാര് രാവിലെ എഴുന്നേറ്റുകൊണ്ട് ബഹുമാനത്തോടുകൂടി, മാന്യതയോടുകൂടി, ഭവ്യതയോടുകൂടി നിങ്ങൾ കിടന്നുറങ്ങിയ പായ ചുരുട്ടുന്നത് പോലെയല്ല, എന്റെ പെങ്ങള് ബെഡ്ഷീറ്റ് ചുരുട്ടി മടക്കുന്നത് പോലെയല്ല. പിന്നെങ്ങനെ അല്ല മടക്കുന്നതെന്നറിയുമോ? ഈ ആകാശത്തെ അല്ല ചുരുട്ടുന്നതെന്നറിയുമോ? അല്ല തന്നെ പറഞ്ഞു തരട്ടെ. ഒരു പുസ്തകത്തിന്റെ പേപ്പർ കൈവെള്ളയിൽ വെച്ച് ചുരുട്ടുന്നത് പോലെ, ഒരു പുസ്തകത്തിന്റെ പേപ്പർ കൈവെള്ളയിൽ വെച്ച് ചുരുട്ടിയെറിയുന്നത് പോലെ ഈ വിശാലമായ ആകാശത്തെ ചുരുട്ടി തകർക്കും നബിയേ, ഈ ആകാശത്തെ ചുരുട്ടിയെറിയും നബിയേ. കമാ بدأنا أول خلق نعيد وعدا علينا إنا كنا فاعلين. ഒരഭയത്തിന് വേണ്ടി ഭൂമിയിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ മാത്രമല്ല, ആകാശത്തിലേക്ക് കൂടൊരുക്കാൻ പറന്ന ജിന്ന് വർഗം മാത്രമല്ല, മാലാഖമാരടക്കം നിലവിളിച്ചു പോകുന്ന, പൂച്ചക്കുട്ടിയെ പോലെ വിറവിറച്ചു പോകുന്ന വലിയ സംഹാരതയുടെ ലോകം പ്രിയപ്പെട്ടവരെ. ഭീകരതകൾ ഒന്നൊന്നായി നിറഞ്ഞാടുന്ന ദിവസം പ്രിയപ്പെട്ടവരെ. ഭൂമിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നടന്ന എല്ലാ ഭീകരമായ ഉഗ്ര ശബ്ദങ്ങളും വലിയ ഭൂകമ്പങ്ങളും സുനാമി പോലത്തെ വലിയ തിരമാലകളുടെ അട്ടഹാസങ്ങളെ മുഴുവനെയും അല്ലാഹു ഒന്നുകൂടി പുനരാവിഷ്കരിക്കേ, ഒന്നുകൂടി പുനഃസൃഷ്ടിക്കേ, ഒന്നുകൂടി ക്രമീകരിക്കേ. അതെല്ലാം കൂടി ഒരൊറ്റ പകലിൽ, ഒരൊറ്റ ദിവസം ഒന്നിന് പിറകെ ഒന്നാകെ തകർത്തെറിയുമ്പോ ഏതാകാശത്തിലാ ഭയം, ഏത് ഭൂമിയാ സമാധാനം തരിക? തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ഇതാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുൻബസ്സാ. അല്ലാഹുവിന്റെ പ്രയോഗം പോലും ശ്രദ്ധിക്കുക. അല്ലാഹു അതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും എത്ര ഭീകരമാ. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഈ ഭൂമി തകരുക തന്നെ ചെയ്യും. ഇദാ വഖഅത്തിൽ വാഖിഅ, ലോകാവസാനം സംഭവിക്കുക തന്നെ ചെയ്യും. ലൈസ ലിവഖഅതിഹാ കാദിബ, ഒരാളും സംശയിക്കണ്ട. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, അന്നീ ഭൂമിയെ കിടുകിടാ പൊടി തമരാക്കി പൊട്ടിച്ചെറിയുന്ന വബുസ്സത്തിൽ ജിബാലു ബസ്സാ, ഈ പർവ്വതങ്ങൾ മുഴുവനും കേവലം വരുന്ന ധൂളികളായി, മണൽപ്പൊടികളായി പറപറക്കുന്ന തരത്തിലേക്ക് അവസാനിപ്പിക്കുന്ന ഫകാനത് ഹബാഅം മുൻബസ്സാ. ഇങ്ങനെ വിശദീകരിക്കാൻ ഒരുപാട് ആയത്തുകളുണ്ട് പ്രിയപ്പെട്ടവരെ. മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് സഞ്ചരിക്കേണ്ടതില്ലേ? അതുകൊണ്ട് സൂറത്തു അൽ-ഹാഖയുടെ വാക്ക് പറഞ്ഞുകൊണ്ട് ലോകാവസാനത്തിന്റെ വിപ്ലവത്തിന്റെ തൽക്കാലം അവസാനം കുറിക്കട്ടെ. ഫഇദാ നുഫിഖ ഫിസ്സൂർ നഫഖത്തുൻ വാഹിദ വഹുമിലത്തിൽ അർളു വൽ ജിബാൽ ഫദുക്കതാ ദക്കതൻ വാഹിദ ഫയൗമഇദൻ വഖഅത്തിൽ വാഖിഅ വൻശഖത്തിസ് സമാ ഫഹിയ യൗമഇദിൻ വാഹിയ. ലോകാവസാനത്തെ ഒറ്റവാക്കിൽ എന്റെ പെങ്ങൾക്ക് അതിന്റെ ഭീകരത കേൾക്കണോ? എന്റെ സഹോദര, ലോകാവസാനത്തിന്റെ വിപ്ലവങ്ങളെ ഒറ്റവാക്കിൽ നിനക്ക് കേൾക്കണോ? അല്ലാഹു തആല ഈ ആയത്തിലൂടെ അതും വിവരിച്ചു തരികയാണ്. അല്ലാഹ്
فإذا نفخ في الصور نفخة واحدة ഒരൊറ്റ തവണ സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോൾ നമ്മൾ അറുത്ത് കളയും നബിയേ, നമ്മൾ പിൻവലിച്ച് കളയും നബിയേ. അതോടുകൂടി ഭൂമിക്ക് എന്താ സംഭവിക്കുന്നതെന്നറിയണോ? അതോടുകൂടി ആകാശത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയണോ? ഇത് അബൂറബീന്റെ വാക്കല്ല, ജഗന്നിയന്താവായ സ്ഥലകാല സങ്കല്പങ്ങൾക്ക് അതീതനായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ വാക്കാണ്. വഹുമിലത്തിൽ അർളു വൽ ജിബാൽ. അന്തരീക്ഷത്തിന്റെ ഒരു കോണിലേക്ക് ഭൂമിയടക്കം നമ്മൾ ഉയർത്തിപ്പൊക്കുന്നു, മറുകോണിൽ ഭൂമിയുടെ പർവ്വതങ്ങളെയും ഉയർത്തുന്നു. എന്നിട്ട് അവകളെ പരസ്പരം സഞ്ചരിപ്പിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത വേഗതയിൽ സഞ്ചരിപ്പിച്ചുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ച ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് അവകളെ തമ്മിലിടിപ്പിക്കുന്നു. എല്ലാം അവിടെ അവസാനിക്കും. പ്രിയപ്പെട്ടവര്, ഇന്നുവരെ ലോകം കാണാത്ത ഭീകരമായ ഭീഭത്സകരമായ ഒരവസ്ഥ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ ഈ ആയത്തിലൂടെ ആ വിപ്ലവത്തെ സുന്ദരമാകെ പഠിപ്പിച്ചു തരികയാണ്. ഭൂമിയിലെ ദീനരോധനങ്ങൾ ഒന്നാകെ അവസാനിക്കുന്നു, ഭൂമിയുടെ ചലനങ്ങൾ തീർന്നു പോകുന്നു, എല്ലാം നശിക്കുന്നു, ഒന്നും ബാക്കിയാകാത്ത വിധം ആ ഇടിയോടുകൂടി തമ്മിൽ തകർക്കുന്ന വിസ്ഫോടനത്തോടുകൂടി എല്ലാം അല്ലാഹു അവസാനിപ്പിക്കുന്നു. അതേ നേരത്ത് തന്നെ അതോടുകൂടെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും നബിയേ. അതേ നേരത്ത് തന്നെ വലിയ ദിഗന്ധം പൊട്ടുമാർ ഉച്ചത്തിലുള്ള ശബ്ദത്തോടുകൂടി ഈ ആകാശം പൊട്ടിമാറും നബിയേ, ഈ ആകാശം തകർന്നു പൊളിയും നബിയേ. ഈ ആകാശം ദുർബലമായി തകർന്നു പോകും നബിയേ. ലോകാവസാനത്തിന്റെ വിപ്ലവത്തിന് അല്ലാഹു സൂറത്തു സുമറിന്റെ പരിശുദ്ധമായ വാക്കിലൂടെ, പരിശുദ്ധമായ വചനത്തിലൂടെ സമാപനം കുറിക്കുകയാണ് സഹോദരങ്ങളെ. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. قرآن الأبر الجليل عز وجل. ഇത് അല്ലാഹു ലോകാവസാനത്തെ സംബന്ധിച്ച് പഠിപ്പിച്ച ആയത്തുകളിൽ നിന്ന് വളരെ കുറച്ച് ആയത്തുകളാണ് ഈ പറഞ്ഞത്. ഇതിന്റെയൊക്കെ എത്രയോ അപ്പുറം ഭീകരം ഭീഭത്സകരം എന്റെ പ്രിയപ്പെട്ടവർ എന്നതുണ്ടാവുക ഒരു വെള്ളിയാഴ്ച അല്ലേ. ലോകം അവസാനിച്ചു, ലോകം തീർന്നു. അതാ ഈ വാക്കിന്റെ അർത്ഥം. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നതോടുകൂടി എല്ലാം കിടുകിടുത്തു, ആകാശത്തിലും ഭൂമിയിലും മുഴുവനും അവസാനിച്ചു, ഒന്നുമില്ല. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു നിശ്ചയിച്ച 4 പേരൊഴികെ അവരെപ്പോഴും ജീവനോടുണ്ടാവും, ബാക്കിയെല്ലാം. ഏതായി 4 പേര്? സയ്യിദുനാ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഈ 4 പേരെ അല്ലാഹു ഏറ്റവും അവസാനം മരിപ്പിക്കും. അവരും മരിച്ചതോടുകൂടി മരണമെന്ന പ്രക്രിയ പോലും അല്ലാഹു തആല ഇല്ലാതെയാകും. മരണമെന്ന അത്ഭുതത്തെ പോലും അല്ലാഹു ഇല്ലാതെയാകും. ഇത് കഴിഞ്ഞു. ഇനി എന്താ ഉണ്ടാവുക? ഇപ്പൊ എന്താ അവസ്ഥ? നമ്മളെല്ലാരും ഖബറിലാണ്. ആരും കൊണ്ടുപോയി ഖബർ അടക്കാനൊന്നുമില്ല. കാരണം അവിടെ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ആരുമില്ല. എല്ലാരും അതിന്റെ ആ ഭീകരതയിൽ മൂടിപ്പോയി, തീർന്നു. ഖബറടക്കാനും ആളില്ല, ചോദ്യം ചെയ്യാനും ആളില്ല, ഒന്നിനും ആളില്ല. ഇനി സുഖമായ ഉറക്കം, ഖബറിൽ സുഖമായ ഉറക്കം. ഇപ്പൊ രക്ഷയുണ്ട്, ശിക്ഷയൊക്കെ നടക്കുന്നുണ്ട്. ചോദ്യമുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്. നമ്മുടെ ഖബറാളികൾക്കൊക്കെയും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ, സ്വർഗം നസീബാക്കുമാറാകട്ടെ. പക്ഷെ അന്ന് ഇതൊന്നുമില്ല. കാരണം ചോദ്യം ചെയ്യാനും മലക്കുകൾ വേണ്ടേ?
ഒന്നുമില്ല. ചോദ്യം ചെയ്യാനും ശിക്ഷിക്കാനും ഒന്നും അധികാരികളായ ആരെയും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹ് അല്ലാതെ ലോകത്ത് മറ്റൊന്നുമില്ല. കാനല്ലാഹു വലം യകുൻ ശൈഉൻ. അള്ളാഹു അല്ലാതെ മറ്റൊന്നുമില്ലാത്ത കാലങ്ങൾക്ക് അതീതമായ കാലത്തിലേക്ക് ലോകത്തെ അള്ളാഹ് തിരിച്ചു കൊണ്ടുപോയി. മുമ്പ് എങ്ങനെ അതേ അവസ്ഥ അള്ളാഹ് മാത്രമായി ബാക്കിയായി നിലകൊള്ളുന്ന ഒരു കാലം. ആ കാലത്ത് ആ റബ്ബിന്റെ ചോദ്യമൊക്കെ അതൊക്കെ ദേഷ്യത്തോടെ ജലാലിയത്തിന്റെ വസ്തു ഗാലിബായിട്ടുള്ള അള്ളാഹുടെ ചോദ്യമാണ്. ലിമനിൽ മുൽക്കിൽ ആർക്കടാ ഇന്നത്തെ അധികാരം? അധികാരം വെച്ചുകൊണ്ട് വെല്ലുവിളിച്ചവരൊക്കെ എവിടെടാ എന്ന് അള്ളാഹു ചോദിക്കുന്ന സമയം എപ്പോഴാണ്? അള്ളാഹ് തന്നെ അതിന് ഉത്തരവും പറയും, ലില്ലാഹിൽ വാഹിദുൽ ഖഹ്ഹാർ. അള്ളാഹ് തന്നെ അതിന് മറുപടിയും പറയും. കാരണം അതിന്റെ യോഗ്യൻ അള്ളാഹ് മാത്രം. അങ്ങനെ ഒരു കാലം. ഈ 40 വർഷത്തെ നമ്മുടെ പണി എന്താ? ലോകം അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതിനിടയിലുള്ള കാലം 40 വർഷം എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു. അതല്ലാതെ ഇന്നൊരു ഊതൽ ഊതി ഇന്ന് അവസാനിച്ചു, ഇനി 3ന്റെ അന്ന് ഇസ്രാഫീലിനെ ജനിപ്പിച്ചു, അടുത്ത ഊതൽ ഊതി. അങ്ങനെയല്ല. ലോകം അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത രണ്ടാമതൊരു ഊതലിന്റെ ഇടയിലുള്ള കാലം 40 വർഷം. ഈ 40 വർഷം നമ്മളെ പണി എന്താ? സുഖമായ ഉറക്കം. ഇത് വെറും വാക്കല്ല, ഉറക്കം തന്നെ. അത് നമ്മൾ തന്നെ പറയും ആ വാക്ക്. സുഖമായ ഉറക്കം കബറിന്റെ ഉള്ളറയിൽ. പ്രിയപ്പെട്ടവരെ, സുഖമായ ഉറക്കം, ഉറക്കമല്ലാത്ത മറ്റൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഉറക്കത്തിന്റെ അനുഭൂതി മനുഷ്യൻ അനുഭവിച്ചിട്ടേ ഇല്ല. സുന്ദര ഉറക്കം. കാരണം ഇടയ്ക്ക് ഉണരൂല, സ്വപ്നം കാണൂല, ചരിയണ്ട മറിയണ്ട ഒന്നുമില്ലാത്ത ഒരു ഉറക്കത്തിന്റെ ഒരവസ്ഥ. അതാണ് നമ്മളെ റൂഹ് അനുഭവിക്കുക. ഈ 40 കൊല്ലവും ഇപ്പൊ ശിക്ഷിക്കപ്പെടുന്നവരും രക്ഷിക്കപ്പെടുന്നവരും ഒക്കെ അന്ന് ഇതേ അവസ്ഥയിലാണ്. കാരണം അതിനൊന്നും അള്ളാഹു അപ്പൊ ആളിനെ നിശ്ചയിച്ചിട്ടില്ല. ഈ 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇനി പോവേ, ഇനി അടുത്ത വിപ്ലവത്തിലേക്ക് പോകെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ചിരിക്കാനൊന്നുമില്ല. അള്ളാഹു അവിടെയൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, സലാമത്ത് നൽകുമാറാകട്ടെ. എന്തൊക്കെ അവിടെ റബ്ബ് ഒരുക്കിയെന്ന് ഈ അരമണിക്കൂർ കൊണ്ടൊന്നും പറയാൻ കഴിയില്ല. എന്നാലും ഉള്ളത് ഒരു പരുവത്തെ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണാവോ അവിടെ നമ്മൾ രക്ഷപ്പെടുക? അവിടെയാണ് ഭയം. അവിടെയാണ് നമ്മൾ ഇവിടെ പ്രകീർത്തിക്കപ്പെട്ട ഈ മജ്ലിസിന് പോലും കാരണമായ ഹസൻ മൗലവി ഉസ്താദിനെ പോലുള്ള മഹത്തുക്കൾ തിരഞ്ഞെടുത്ത വഴി. അള്ളാഹു അവരുടെ വഴിയെ സഞ്ചരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 40 വർഷം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അവസാനം മരിപ്പിച്ച 4 മലക്കുകളെ ജീവിപ്പിക്കും. നേരത്തെ പറഞ്ഞ ഖുർആനിൽ പറഞ്ഞ ഇല്ലാ മൻ ഷാ അല്ലാഹ്, അതിന്റെ തഫ്സീറിൽ കാണാം. ഈ അവസാനം മരിപ്പിച്ച 4 മലക്കുകളെ ജീവിപ്പിക്കും. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ. ഇവരെ ജീവിപ്പിച്ചിട്ട് ലിവാഉൽ ഹംദ് എന്ന പതാക ജിബ്രീലിന്റെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് ബുറാക്കിനെയും അല്ലാഹു തആല ജീവിപ്പിക്കും. എന്നിട്ട് നേരെ പറഞ്ഞു വിടും. എവിടെ? ഇലാ ഹളറത്തി റസൂലില്ലാഹ്. അല്ലാഹു തആല ഒരിക്കൽ മഹ്ശറ മുത്തുനബിയുടെ മുമ്പിലേക്ക് പറഞ്ഞു വിടും. നേരെ അവിടെ ചെല്ലും. മദീനയിലെത്തി ബഹുമാനത്തോടുകൂടി നബിത്തങ്ങളെ വിളിക്കാൻ അള്ളാഹു ആവശ്യപ്പെടും. നബിത്തങ്ങളെ വിളിക്കും. മദീന തുറക്കും, റൗള തുറക്കും. നബിത്തങ്ങൾ എഴുന്നേക്കും. അള്ളാഹുടെ മുത്തുനബി എഴുന്നേക്കും. എഴുന്നേറ്റ ഉടനെ നബിത്തങ്ങളെ ആദരിച്ചുകൊണ്ട് ലിവാഉൽ ഹംദ് എന്ന പതാക നൽകും. ബുറാക്കിന്റെ പുറത്ത് കയറാൻ പറയും. ഈ ബുറാക്കിന് അറിയില്ല ഇത് മുഹമ്മദ് നബിയാണത്. ബുറാക്ക് ഉടനെ പറയും, പറ്റില്ല, എന്റെ മുകളിൽ ആരും കയറാൻ പാടില്ല. എന്റെ മുകളിൽ ആകെ ഈ ദിവസം കയറാനുള്ള അർഹത അത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. വേറെ ആർക്കും അനുവാദമില്ലെന്ന് പറഞ്ഞിട്ട് അത് കുതറി മാറും. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ബഹുമാനത്തോടു കൂടി തന്നെ നബിയുടെ മുമ്പിലാണ്. ആ ബഹുമാനത്തോടു കൂടി ബുറാക്കിനോട് പറയും, മിണ്ടരുത്, നീ നിൽക്കുന്നത് മുഹമ്മദ് നബിയുടെ മുമ്പിലാണ്, മുഹമ്മദ് നബിയുടെ മുമ്പിലാണ്, അതുകൊണ്ട് ശബ്ദമുയർത്തരുത്, അനാദരവ് കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബുറാക്കിനോട് മിണ്ടാതിരിക്കാനുള്ള ആജ്ഞ നൽകി. ഉടനെ നബിയാണെന്ന് അറിയുന്നതോടുകൂടി ബുറാക്ക് കരയും. കരഞ്ഞുകൊണ്ട് പറയും, നബിയേ, അല്ലാഹുവിന്റെ മഹ്ശറയിലേക്കുള്ള വിളിയാളത്തിന്റെ നേരമെത്തിയിട്ടുണ്ട്. അവിടേക്കാണ് അങ്ങേ ഞാൻ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്കൊരു ഉറപ്പ് തരണേ നബിയേ. അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്കങ്ങ് ശഫാഅത്ത് ചെയ്യുമെന്നും അവിടെ വിഷമിപ്പിക്കാതെ, അവിടെ വിയർത്തു പോകാതെ, അവിടെ പേടിച്ചരണ്ട് നിൽക്കേണ്ടി വരാതെ ശഫാഅത്ത് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തി തരുമെന്ന് അവിടുന്ന് ഒരു വാക്ക് തരണേ നബിയേ. ബുറാക്ക് പോലും കരയേ.
അപ്പോഴും നമ്മൾ ഉറക്കത്തിലാ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ മുത്തുനബി ഉറപ്പ് കൊടുക്കും. അതിനുശേഷം അവിടെ നിന്ന് നേരെ നബിത്തങ്ങൾ ആനയിച്ച് ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദം, ഷാം എന്ന പ്രദേശം, മഹ്ശറയ്ക്ക് അല്ലാഹ് പേരിട്ടിരിക്കണമെന്ന് സാഹിറ എന്ന, സാഹിറ എന്ന പ്രദേശത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന സാഹിറ എന്ന പ്രദേശത്ത് ലോകത്തെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൂട്ടും. ആ മഹ്ശറയ്ക്ക് അല്ലാഹ് പേരിട്ടിരിക്കുന്നത് സാഹിറ. എവിടെ? ഇപ്പൊ നമ്മളങ്ങോട്ട് ചർച്ചയ്ക്ക് പോണ്ട. നേരെ ഷാമിന്റെ ഓരത്ത്, ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്തുള്ള ഖുബ്ബത്തു സഹ്റാഇന്റെ സമീപത്ത് നബിത്തങ്ങളെ കൊണ്ടുവന്ന് ബഹുമാനിച്ച് ഇരുത്തിയതിന് ശേഷം അള്ളാഹുവിന്റെ നിർദ്ദേശം വരും, ഇസ്രാഫീലിനോട് സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഊതാൻ. അല്ലാതെ സൂറെന്ന കാഹളത്തിൽ ഊതിയിട്ടല്ല മുത്തുനബി വരിക. മുത്തുനബിക്ക് യോഗ്യത വേറല്ലേ, പവർ വേറല്ലേ. അതുകൊണ്ട് മുത്തുനബിയെ ബഹുമാനിച്ച് ആദരിക്കാൻ വേണ്ടിയിട്ട് മറ്റു മലക്കളെ പോലും ആദ്യം പടയ്ക്കുക, അല്ല രണ്ടാമത് സൃഷ്ടിക്കുക. എന്നിട്ട് നേരെ നബിത്തങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം നബിയുടെ സാക്ഷ്യത്വത്തിലായി രണ്ടാമത് സൂറെന്ന കാഹളത്തിൽ. ഈ സൂറെന്ന കാഹളത്തിൽ ഊതുന്നതോടുകൂടി നമ്മളെവിടെ കിടക്കണത്? കല്ലൂര് പള്ളിക്കാട്ടിലുണ്ട് അല്ലെ? നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചോക്ക്, നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്ക്. നമ്മൾ പള്ളിക്കാട്ടിലുണ്ട്, നമ്മുടെ മുൻഗാമികളുണ്ട്, നമ്മുടെ പിൻഗാമികളുണ്ട്. പള്ളിക്കാട്ടിലാണെങ്കിൽ പള്ളിക്കാട്ടിൽ ലോകം അവസാനിച്ചപ്പോൾ മരിച്ചവരാണെങ്കിൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട കുഴിമാടങ്ങളിൽ എല്ലാവരും ഉണ്ട്. അവിടെ എന്താ പരിപാടി? നമ്മളെ ശരീരങ്ങളൊക്കെ അളിഞ്ഞു പോയി, ദ്രവിച്ചു പോയി, മണ്ണായി പോയി, നുരുമ്പിപ്പോയി. മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഉടനെ നമ്മുടെ ഖബറിന്റെ ഉള്ളറകളിൽ ഒരു ശബ്ദം വരും, അയ്യത്തുഹൽ അജ്സാദുൽ ബാലിയ വൽ ഇലാമുൻ നഖിറ വൽ ലുഹൂമുൽ മുതമസ്സിഖ വസ്സുഊറുൽ മുതഫർരിഖ ഹലുമൂ 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 ഇലൽ ഹിസാബ്. എല്ലാ ഖബറിലുള്ള ജഡവും കേൾക്കും, എല്ലാവരുടെ ജഡവും കേൾക്കും. അബൂ റബീയും കേൾക്കും, നിങ്ങളും കേൾക്കും ഈ ശബ്ദം. ഈ കുഴിമാടത്തിന്റെ ഉള്ളറയിൽ നുരുമ്പിപ്പോയ എല്ലുകളെ, അളിഞ്ഞുപോയ മാംസങ്ങളെ, കൊഴിഞ്ഞുപോയ രോമങ്ങളെ എല്ലാം പഴയതുപോലെ ഒന്നായി മാറുക. ഹിസാബിന്റെ ദിവസത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടുകയാണ്. എന്റെ ഉമ്മാടെ ശരീരം പഴയതുപോലെ ആവും, അബൂ റബീന്റെ ശരീരം ഖബറിൽ പഴയതുപോലെയാകും. എന്റെ സഹോദര, നിന്റെ ശരീരവും പഴയതുപോലെയാകും. ഖബറിലേക്ക് രണ്ടാമത് അല്ലാഹു പുനർജീവൻ തരേ നമുക്ക്, അതിനുള്ള പുനർസൃഷ്ടിപ്പ്. രണ്ടാമത് നമ്മുടെ ശരീരത്തെ അല്ലാഹു തആല പുനർക്രമീകരിച്ചു. ഉടനെ ആ സൂറെന്ന കാഹളത്തിൽ ഊതിയതോടുകൂടി അബൂ റബീന്റെ ആത്മാവിവന്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നു. എന്റെ ഉമ്മ ആത്മാവുകളെ സൂക്ഷിച്ചിരുന്ന ലോകത്ത് നിന്ന് രണ്ടാമത് സൂറെന്ന കാഹളത്തിൽ ഇസ്ലാഫീൽ ഊതിയതോടുകൂടി എന്റെ ഉമ്മാടെ ആത്മാവിനെ അല്ലാഹ് സ്വതന്ത്രമാക്കുന്നു. കല്ലൂര് പള്ളിയുടെ ഓരത്തുള്ള നൂറുകണക്കിന് മോമിനീങ്ങൾ വിശ്രമിക്കുന്ന കുഴിമാടങ്ങൾക്കിടയിലുള്ള എന്റെ ഉമ്മാടെ കുഴിമാടത്തിലുള്ള എന്റെ ഉമ്മാടെ ജഡത്തിലേക്ക് നിന്റെ ആത്മാവ് കയറുമേ ഉമ്മ. ഇത് അബൂ റബീന്റെ വാക്കല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിലേക്ക് അല്ലാഹു തആല തിരിച്ചെത്തിക്കുന്നു. എന്റെ സഹോദര, നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിലേക്ക് അന്തർലീനമാകുന്നു. അതിനുള്ള എല്ലാ വഴികളും അല്ലാഹു തആല സൃഷ്ടിച്ച് തയ്യാറാക്കുന്നു. എന്റെ ആത്മാവിന്റെ ശരീരത്തോട് കയറിയതോടുകൂടി ഞാൻ ഉണർന്നു അല്ലെ? ആദം നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ ഊതി കൊടുത്തപ്പോഴാണ് ആദം നബി ചലിക്കാൻ തുടങ്ങിയത്. കണ്ണുറന്നു, ചെവി വർക്കാവാൻ തുടങ്ങി, തല ചലിപ്പിക്കാൻ തുടങ്ങി, കൈ ചലിക്കാൻ തുടങ്ങിയപ്പോഴേ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് കൈ ഉയർത്തി സ്വർഗത്തിന്റെ പഴം പിടിക്കാൻ. കാലൊന്നും അപ്പൊ ചലിക്കാനായിട്ടില്ല. അപ്പൊ അതേപോലെ നമ്മുടെ ആത്മാവുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതോടുകൂടി ഉറക്കത്തിന്റെ ഒരു ആലസ്യത്തിൽ നിന്ന് നമ്മൾ ഉണരും. നമ്മൾ ഉണർന്നുടനെ പടച്ചോനെ മഹ്ശറയാണല്ലോ റബ്ബേ, എന്നെ ഇപ്പൊ കൊണ്ടുപോയി വിചാരണ ചെയ്ത് നശിപ്പിക്കുമല്ലോ റബ്ബേ എന്നൊന്നും അപ്പോഴും തോന്നൂല. 40 വർഷത്തെ ഉറക്കല്ലേ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിക്കേ, ഒരു പകൽ ഉറങ്ങാതിരുന്നിട്ട് നമ്മൾ പോയി കിടന്ന് ക്ഷീണത്തോടെ ഉറങ്ങി ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ആരെങ്കിലും വന്നിട്ട് നമ്മളെ തട്ടി വിളിച്ചാൽ നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ ഒരു പിരിയാണ്. നമുക്ക് വ്യക്തമായ ഒരു ബോധം വരില്ല, കുറെ കഴിയണം ബോധം വരാൻ. ഇതേപോലെ ഉറക്കിൽ നിന്ന് ഇങ്ങനെ ഉണരുമ്പോൾ കല്ലൂര് പള്ളിയുടെ ഓരത്തുള്ള ഖബർസ്ഥാനിൽ നിന്ന് ഉണർന്നുടനെ എന്നെപ്പോ മഹ്ശറയിലേക്ക് കൊണ്ടുപോലോ എന്നും പറഞ്ഞല്ല ഉണരുക. ഉണരുമ്പോ തന്നെ ഒരു തരം ഉറക്കിന്റെ രസച്ചരടുകൾ മുറിഞ്ഞു പോയതിന്റെ ഒരു ആലസ്യം, ഒരു വെറുപ്പ്, ആ വെറുപ്പ് പ്രകടിപ്പിച്ചോണ്ടാ നമ്മൾ എഴുന്നേക്കുന്നത് പോലും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഖാലൂ
യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. സൂറത്ത് യാസീനിൽ നമ്മൾ ഓതുന്നത് നമ്മൾ നാളെ പറയുന്നത് റബ്ബ് പഠിപ്പിച്ചു തരേ. അവർക്ക് രണ്ടാമത് ജീവൻ കൊടുത്തുകൊണ്ടവരെ ഖബറുകളിൽ നിന്ന് 40 വർഷത്തെ ഉറക്കിൽ നിന്ന് ഉണർന്നുകൊണ്ട് അവര് മശ്ശറയിലേക്ക് വരാ നേരത്തെ അവര് വിളിച്ചു പറയും, നബിയേ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. യാ വൈലന എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ നമ്മൾ എന്തോ ഒരു നാശം എന്ന് പറയില്ല. പിന്നെയോ ഇതൊരു നല്ല ഉറക്കായിരുന്നു, ഇതൊരു നല്ല സുഖമായിരുന്നു. നമ്മളെ വിചാരം നമ്മൾ ഇപ്പോഴും ഈ വീട്ടിൽ കിടക്കണമെന്ന ഈ നാട്ടിലുണ്ടെന്ന ആ ഒരു ചിന്തയിലായിരിക്കും. ഇല്ലെങ്കിൽ നമ്മളത് പറയോ മഷറയാണെന്ന് ബോധമുള്ളവർ പറയില്ലല്ലോ. ഇതെന്തൊരു നല്ല ഉറക്കായിരുന്നു, എന്തൊരു നല്ല സുഖമായിരുന്നു. സ്വപ്നം കാണാതെ, ഒരു തരത്തിലുള്ള പേടിപ്പെടുത്തലുമില്ലാതെ, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണരലുമില്ലാതെ സുഖമായുള്ള സുന്ദര ഉറക്കം, അതൊന്ന് പൂർത്തീകരിക്കാൻ കഴിയാതെ ഇതാരാ ഇത്ര പെട്ടെന്ന് വിളിച്ചു നടത്തിയത്? ഈ ഒരു ചിന്തയില നമ്മൾ പുലമ്പിക്കൊണ്ട് എഴുതേക്കട. നമ്മളെ വിചാരം നമ്മളെ ഭർത്താവ് വെള്ളം ചോദിച്ച് വിളിച്ചെന്ന, നമ്മളെ വിചാരം മക്കളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഭാര്യ വിളിച്ചുണർത്തിയെന്ന. ഉടനെ ഈമാനുള്ള ഉൾവിളിയുള്ള മഹത്തുക്കളില്ലേ ഈ പരിപാടിക്ക് പോലും കാരണമായ നമ്മുടെ ഹസൻ മൗലവി ഉസ്താദിനെ പോലുള്ള മഹത്തുക്കൾ, കോട്ടുപ്പപ്പയെ പോലുള്ള മഹത്തുക്കൾ, AM വലിയുള്ളയെ പോലുള്ള മഹത്തുക്കൾ, അബ്ദുർ റസാഖ് മസ്താൻ തങ്ങളെ പോലുള്ള മഹത്തുക്കൾ, അവരൊക്കെ ഈ മജ്ലിസിൽ നമ്മൾ ഓർത്തില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധോ. അള്ളാഹു അവരുടെയൊക്കെ സാന്നിധ്യവും തിരുനോട്ടുള്ള മജ്ലിസാക്കുമാറാകട്ടെ, അവരുടെ സാമീപ്യമുള്ള മജ്ലിസാക്കുമാറാകട്ടെ. അവരുടെ ഹക്ക് കൊണ്ട് നാളെ അവരോടൊപ്പം ഒരുമിക്കാൻ അള്ളാഹു നമുക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള മഹത്തുക്കൾ നമ്മളെ തട്ടിയിട്ട് പറയും, എന്റെ മോനെ, എന്റെ മോളെ, നീ എന്താ ഈ പുലമ്പുന്നത്? ചായ ഉണ്ടാക്കാൻ വിളിച്ചല്ല നിന്നെ, മക്കളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വിളിച്ചല്ല നിന്നെ. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒന്ന് പതിയെ ചിന്തിക്ക്. ഒരു മരണത്തിന്റെ നൊമ്പരം നീ രുചിച്ചില്ലായിരുന്നോ? രുചിച്ചിരുന്നു. ഒരു അസ്രായേലിനെ നീ കണ്ടില്ലായിരുന്നോ? കണ്ടിരുന്നു. ഖബറിൽ മലക്കുകളുടെ ചോദ്യത്തിന് നീ വിധേയപ്പെട്ടില്ലായിരുന്നോ? പതിയെ പതിയെ മനസ്സിൽ ഇങ്ങനെ തെളിയും പ്രിയപ്പെട്ടവരെ. അല്ലാ, ആ യാഥാർത്ഥ്യം അറിയുന്നതോടുകൂടി എന്റെ പ്രിയപ്പെട്ട ഉമ്മ സമാധാനം നഷ്ടപ്പെടുമേ. ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ യാഥാർത്ഥ്യം ബോധ്യമാകുന്നതോടുകൂടി എല്ലാ സ്വസ്ഥതയും എല്ലാ രസവും മുറിഞ്ഞു പോകും സഹോദര. ഒരു നിമിഷമൊന്ന് മരിക്കാൻ കൊതിച്ചു പോകും പ്രിയപ്പെട്ടവര്. ഹാദാമാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. പടച്ച റബ്ബേ, പ്രവാചകന്മാരിലൂടെ മുന്നറിയിപ്പ് നൽകപ്പെട്ട ഞങ്ങളെ നാടുകളിൽ അടക്കമുള്ള ആലിമീങ്ങൾ ഞങ്ങൾക്ക് ഭയപ്പെടുത്തി പഠിപ്പിച്ചു തന്ന ആ ഹിസാബിന്റെ ലോകത്തേക്കുള്ള വിളിയാളമാണല്ലോ അല്ലാ. രണ്ടാമതൊരു ജന്മം നമുക്ക് തന്നിരിക്കുകയാണല്ലോ അല്ലാ. രക്ഷപ്പെടാനൊരു വഴിയുമില്ലല്ലോ അല്ലാ. നിലവിളിക്കുമേ ഉമ്മ, ചങ്ക് കലങ്ങി കരയുമേ പെങ്ങളെ. ഒന്നോടി രക്ഷപ്പെടാ ഒരു ശ്രമം നടത്തും പൊന്ന് സഹോദര. പക്ഷെ ആ ശ്രമങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇപ്പോഴേ കരിച്ചടക്കുകയാണ്. വജാഅത് കുല്ലു റഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. രണ്ട് മലക്കുകളുടെ സാമീപ്യമില്ലാതെ, രണ്ട് മലക്കുകളുടെ സാന്നിധ്യമില്ലാതെ, രണ്ട് മലക്കുകളുടെ സാക്ഷിത്വത്തിലല്ലാതെ ഒരു കുഴിമാടവും അല്ല തുറക്കില്ലേ ഉമ്മ. ഒരു കല്ലൂര പള്ളിയുടെ ഓരത്തുള്ള ഒരു ഖബറിടവും അല്ല പൊട്ടിക്കില്ലേ സഹോദര. നിന്നെ ആ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ നിന്റെ ഖബറിന്റെ മുറ്റത്ത് അല്ലാഹു രണ്ട് മലക്കുകളെ നിർബന്ധമായി എത്തിച്ചിട്ടുണ്ടാകും. എന്താണ് ഈ
മലക്കിന്റെ പണി എന്നറിയുമോ? അതും അല്ല തന്നെ പഠിപ്പിച്ചു തരേ. ഒന്നാമത്തെ മലക്ക് സായിഖ, നിന്നെ മഹ്ശറയിലേക്ക് വഴിതെളിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ ഹിസാബ് നടത്തപ്പെടുന്ന തിരുമുറ്റത്തേക്ക്, അല്ലാഹുവിന്റെ ചോദ്യങ്ങൾ നേരിടേണ്ട പ്രദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകാനുള്ള മലക്കാണ് ഒരു മലക്ക്. രണ്ടാമത്തെ മലക്ക് വശഹീദ്, വലിയൊരു ഫൈലും പിടിച്ച് രണ്ടാമതൊരു മലക്കുണ്ടാകും. ആ മലക്കിന്റെ കയ്യിലിരിക്കുന്ന ഫൈൽ ഏതാണെന്നറിയുമോ? എന്റെ പെങ്ങളെ, പകലന്തിയോളം ദുനിയാവിൽ വെച്ച് നോമ്പ് പിടിച്ചതിനുള്ള ശമ്പളമായി, നിസ്കരിച്ചതിനുള്ള പ്രതിഫലമായി സ്വർഗത്തിന്റെ വെണ്ണ കൊട്ടാരങ്ങളൊക്കെ നിനക്ക് അല്ലാഹു തീരെഴുതി തന്നതിന്റെ ആധാര പേപ്പറുകളെല്ലാം മോളെ. വലിയ വലിയ സ്വർഗത്തിന്റെ വെണ്ണ കൊട്ടാരങ്ങൾ നിനക്ക് വേണ്ടി റബ്ബ് തരുന്നതിന്റെ വലിയ പത്രങ്ങളല്ല സഹോദരാ, മറിച്ച് നിന്റെ ജീവിതമാണ് സഹോദരാ. നിന്റെ രാത്രികളാണ് മോളെ, നിന്റെ പകലുകളാണ്. ആ നിന്റെ ജീവിതവും പിടിച്ചുകൊണ്ട് രണ്ടാമതൊരു മലക്ക് നിൽക്കുന്നു. ഈ മലക്കില്ലാതെ ഒരു ഖബറും തുറക്കപ്പെടൂല പ്രിയപ്പെട്ടവര്. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഈ മലക്കിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എവിടെയും നിനക്ക് മറയാമെന്ന് കരുതണ്ട സഹോദരാ. ലാ ഫീഹാ ഇബദം വലാ അം, ഒരു തരത്തിലുള്ള കുഴിയോ കുണ്ടോ വളമോ ഇല്ലാത്ത ഭൂമിക, തൂവെണ്ണ ഭൂമിക. അവിടേക്കുള്ള യാത്രയാണ്. എവിടെയും നിലവിളിയാണ്, എവിടെയും കരച്ചിലാണ്, എവിടെയും മാർത്തലച്ച അട്ടഹാസങ്ങളാണ്. ഏത് മുഖത്തും നിർഭയത്വമില്ല. ഒരു ധൃതമാക്കണ്ട. നിന്റെ പുതിയ പുതിയ സുഖങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളെ തേടി പോകുമ്പോ അല്ലാഹുവിന്റെ ദീനിനെ അവഹേളിക്കണ്ട, അല്ലാഹുവിന്റെ ദീനിനെ അപമാനിക്കണ്ട. എല്ലാം നിന്റെ റബ്ബ് കാണുന്നുണ്ടെന്നും അവന്റെ കൺവെട്ടത്ത് നിന്ന് നിനക്കാണ് ഇവിടെ വ്യതിചലിക്കാൻ കഴിയില്ലെന്നോ നീ ബോധത്തോടെ ചിന്തിച്ചോ പൊന്ന് സഹോദരാ. ഇല്ലെങ്കിൽ നാളെ വിശാലതയിലേക്ക് നീ എഴുന്നേക്കുമ്പോ നിന്റെ മനസ്സ് കനൽക്കട്ടയാകും സഹോദരാ. നിന്റെ മനസ്സ് ഭയം കൊണ്ട് കത്തിപ്പോകും പ്രിയപ്പെട്ടവരെ. كل نفس معها سائق وشهيد. ഭീകരമായ ഇരുളല്ലാതെ മറ്റൊന്നുമില്ല. ഇരുളുള്ളത് കൊണ്ടാണല്ലോ പ്രകാശിക്കുന്ന മുഖങ്ങൾ കാണുന്നത്, അല്ലേ? വെളിച്ചുണ്ടെങ്കിൽ പിന്നെ ആ പ്രകാശിക്കുന്ന മുഖങ്ങൾക്ക് എന്ത് പ്രസക്തി? ഇരുള, ഫുള്ളിരുള. അപ്പോഴൊന്നും സൂര്യനെ കത്തിക്കില്ല. ഇതൊക്കെ നമ്മള് മദ്രസയിൽ പഠിച്ചത് അപ്പോഴും നമ്മളെ കുഞ്ഞു ബുദ്ധിക്ക് അത്രയും തിരിയും. അതുകൊണ്ടാ അന്ന് അത്രയും പഠിപ്പിച്ചെന്നത്. നമ്മളത് വെച്ച് നിർത്തി, അതിനപ്പുറത്തോട്ട് ചിന്തിച്ചില്ല. സൂര്യനെയൊക്കെ കൊണ്ടുവരാൻ ആയിരക്കണക്കിന് കൊല്ലം ഇനിയും കഴിയണം. സൂര്യനെ കൊണ്ടുവരണമെങ്കിൽ ആയിരക്കണക്കിന് കൊല്ലം ഇനിയും കഴിയണം. എന്നിട്ട് അതിനെ വിചാരണ നടത്തിയിട്ടേ അതിനെ കത്തിച്ചു പോക്കൂ. ഇത് അതിനൊക്കെ മുമ്പ് ഭീകരമായ ഇരുള്. ഈ ഇരുളത്ത് എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞ് മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോ എങ്ങോട്ട് പോകണമെന്ന് അറിയൂല പ്രിയപ്പെട്ടവരെ. അവിടെയും ഭീകരമായി അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ച ഗൗരവം എന്റെ പ്രിയപ്പെട്ടവര് ചിന്തിച്ചോ. എല്ലാ മനുഷ്യരും മരിച്ചു വീഴുന്ന രൂപത്തിലായിരിക്കില്ല നാളെ മഹ്ശറയിലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാവർക്കും മനുഷ്യന്റെ കോലം ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്തോ. 40 രൂപങ്ങളിലാക്കി രൂപാന്തരപ്പെടുത്തപ്പെടും ഈ മനുഷ്യ മക്കളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏത് രൂപം അതിവിടെ വിവരിച്ച അത് മാത്രം ഒരു ദിവസത്തെ വാഴാക്കേണ്ടി വരും. കുരങ്ങിന്റെ രൂപം, അല്ലാഹു കാക്കുമാറാകട്ടെ. പന്നിയുടെ മുഖം, പട്ടിയുടെ മുഖം, ഇങ്ങനെ തുടങ്ങിയിട്ട് പള്ള ഉദരം ഭൂമിയിലൂടെ ഇഴച്ചിഴച്ച് പാമ്പ് പോകുന്നത് പോലെ പോകാൻ വിധിക്കപ്പെട്ടവർ, തല ഭൂമിയിലിട്ടടിച്ച് കാല് മേൽപോട്ടാക്കി അങ്ങനെ പോകാൻ വിധിക്കപ്പെട്ടവർ. സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, റസൂലുള്ളാഹ്, തലയിട്ടടിച്ചു പോവുകയോ? അതെങ്ങനെ? അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, അതേ സ്വഹാബ, നിങ്ങളെ ഭൂമിയിൽ കാലുകൊണ്ട് നടക്കാൻ ശക്തി തന്ന റബ്ബ് അന്ന് അത്തരം ദുര്യോഗികളുടെ തലയ്ക്കാണ് നടക്കാനുള്ള ശക്തി നൽകുക. ആ തലയിട്ടടിച്ചടിച്ച് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവരും മഹ്ശറയിൽ ഒരൊറ്റ കൂട്ടര് മാത്രം മുഖം പ്രകാശിക്കും, അവരെ കൈകാലുകൾ പ്രകാശിക്കും. അങ്ങനത്തെ ഒരൊറ്റ കൂട്ടര് മാത്രം അല്ലാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകും. ഇവിടെ അനുസ്മരിക്കപ്പെടേണ്ട മഹത്തുക്കളെ മാനിച്ചിട്ട്, പ്രത്യേകിച്ച് ഹസൻ മൗലവി ഉസ്താദിനെ പോലുള്ള വലിയ മഹത്തുക്കളെ മാനിച്ചിട്ട് അല്ലാഹു നമ്മയും അവരെ ഓരത്തൊരുമിച്ച് കൂട്ടുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രകാശിച്ചു പോകുന്ന ഒരു വിഭാഗം. ബാക്കിയെല്ലാം അലങ്കാരമായി പറഞ്ഞാൽ പൊരിവെയിലെത്താം എന്ന് പറഞ്ഞാൽ
അങ്ങനത്തെ അവസ്ഥ. നാണം മറയ്ക്കാൻ ഒരു നൂലിന്റെ തുണ്ട് പോലും തരാം. അതല്ലേ അബൂബക്കറിന്റെ സിദ്ദീഖ് തങ്ങളും ഒക്കെ പറഞ്ഞത്, പേടിച്ചരണ്ട് ഹൃദയത്തിൽ നിന്ന് ഒരു മുഅ്മിനിന്റെ മനസ്സ് ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ ഉപ്പുരുകുന്നത് പോലെ ഉരുകിപ്പോകുമെന്ന് പഠിപ്പിക്കപ്പെട്ട മഹത്തുക്കൾ. അവരൊക്കെ ഉരുകി വന്നപ്പോ അമാ വല്ലാഹി ലൗ അലിമൽ അനാമൂ ലിമാ ഖുലിഖൂ ലമാ ഗഫലൂ വനാമൂ. കല്ലൂരുകാരെ, അബൂബക്കർ തങ്ങളുടെ വാക്കൊന്ന് കടമെടുക്കട്ടെ. എന്നോടും നിങ്ങളോടും ആ പരിശുദ്ധ വാക്കൊന്ന് പറയട്ടെ. നിങ്ങൾ എങ്ങനാ ചിരിക്കുന്നു കൂട്ടരെ? നിങ്ങൾ എങ്ങനാ ആർത്തലിക്കുന്നു കൂട്ടരെ? നിങ്ങൾ എങ്ങനാ മതിമറക്കുന്നു കൂട്ടരെ? നിങ്ങൾ അറിഞ്ഞിട്ടില്ല ലിമാ ഖുലിഖൂ ലമാ ഗഫലൂ. അല്ല നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന്, മരണവും മരണത്തിന് ശേഷവും നാളെ മഹ്ശറിലുമൊക്കെ അല്ല എന്തൊക്കെയാണ് ഒരുക്കി എന്നതിനെ കുറിച്ച് നിങ്ങൾ ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മതിമറക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ഉല്ലസിക്കുന്നത്, അതുകൊണ്ടാണ് പരിശുദ്ധ ദീനിന്റെ സർക്കിളിന്റെ പുറത്ത് പോലും ഒരു സങ്കോചവുമില്ലാതെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ആറാടി ദാഹിച്ചു മാറുന്നത്. മമാത്തും തുമ്മ ഖബറുൻ തുമ്മ ഹസ്റൂ വതൗബീഖു അഹ്വാലുൻ ഇളാമൂ. എന്തൊക്കെ ഭീകരതകളാ, എന്തൊക്കെ ഭയവിക്കുലതകളാ, എന്തൊക്കെയാ അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നത്. അത് മരണമാകട്ടെ, അത് ഖബറാകട്ടെ, അത് മഹ്ശറയാകട്ടെ, അത് ഹിസാബാകട്ടെ, അത് സിറാത്താകട്ടെ, അത് നരകത്തിന്റെ ഓരങ്ങളാകട്ടെ, നരകത്തിന്റെ അട്ടഹാസമാകട്ടെ, അല്ലാഹുവിന്റെ കോപമാകട്ടെ, മലക്കുകളുടെ ഉണ്ടാകട്ടെ, മലക്കുകളുടെ മുമ്പിലുള്ള ശിക്ഷിക്കാൻ ഉതകുന്ന തരത്തിൽ അല്ലാഹു നൽകിയ സാമഗ്രികളാകട്ടെ, എന്തും ഭയപ്പെടുത്താനേ ഉള്ളൂ. വനഹനു ഇദാ ഉമിർനാ ഔ നുഹീനാ കഅഹ്ലിൽ കഹ്ഫി ഐഖാലൽ റുഖൂദ്. പരിശുദ്ധമായ ഖുർആൻ ഇത്രയേറെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ട് പോലും അല്ലാഹുവിന്റെ മുത്തുനബിയുടെ അധ്യാപനങ്ങൾ നമ്മളോട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് രാപ്പകലുകളുടെ വൈജാത്യമില്ലാതെ മുന്നറിയിപ്പ് തന്നിട്ട് പോലും നമ്മൾ ഇപ്പോഴും ഉറങ്ങുകയാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച ഉറക്കത്തിന്റെ ഉടമകളായ അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങുന്നത് പോലെ, അവർ ഉറങ്ങിയതുപോലെ ജീവിതമേ ഉറക്കമാ, മനസ്സേ ഉറക്കമാ, ശൈലിയെ ഉറക്കമാ. ശരീരത്തിന്റെ കണ്ണ് തുറന്നിരിക്കുമ്പോഴും ആഖിറത്തിന്റെ വിഷയത്തിൽ നമ്മുടെ മനസ്സുറങ്ങുകയാണ്. അറിഞ്ഞിട്ടുള്ള റബ്ബ് എന്തൊക്കെയാണ് തയ്യാറാക്കിയതെന്ന് മഹാനായ ഇസ്ലാമിക ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത പ്രഥമ പ്രമുഖ അധിപനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ഇത്തരം കവിതാ ശകലങ്ങളിലൂടെ ലോകത്തെ പഠിപ്പിക്കുമ്പോൾ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദഥിൻ ഇല്ലാ ഇസ്തമഊ വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും. ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ. എല്ലാരും പോകേ മഹ്ശറയിലേക്ക്, പോകേ മഹ്ശറയിലേക്ക്. എങ്ങനെ പോവുക? അത് ഈ ഭൂമിയിൽ പടക്കപ്പെട്ട അതേ ഓർഡർ അനുസരിച്ച് പോകും. എല്ലാരും ഉണ്ട്, മനുഷ്യൻ മാത്രമല്ല, ജിന്നുണ്ട്, മലക്കുകളുണ്ട്, പിന്നെ മലക്കുകൾക്ക് അന്ന് പണിയുണ്ട്, മറ്റ് ജീവജാലങ്ങളുണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാരും കൂടി പോകുമ്പോ ആദ്യം പടച്ച ആദം നബിയുടെ സമുദായം ആദ്യം പോകും. പ്രവാചകന്മാരപ്പ കൂടെ ഉണ്ടാവില്ല, അവര് പിന്നെ കുറെ നേരമായി ഷാമിന്റെ ഓരത്ത്, ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്ത് ഒരു വലിയ വ്യക്തിത്വം കുറെ നേരം ഇങ്ങനെ ഒരു വിഭാഗത്തെ കാത്തിരിക്കുക അല്ലെ. നമ്മൾ ഇടയ്ക്ക് എവിടെയോ പറഞ്ഞു, നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി. ജിബ്രീൽ ഓരത്തുണ്ട്, പാദസേവകനായി ഓരത്തുണ്ട്. പക്ഷെ അക്ഷമയോടെ നിൽക്കേ മുത്തുനബി, അക്ഷമയോടെ നിൽക്കേ. എപ്പോഴാ വരിക, എപ്പോഴാ വരിക, എന്റെ മക്കൾ എപ്പോഴാ വരിക, എന്റെ സമുദായം എപ്പോഴാ വരിക? വരും മുത്തുനബിയെ, വരും മുത്തുനബിയെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ചിരിക്കേ. ആകെ അന്നത്തെ റോള് മുഴുവനും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആദം നബിയുടെ സമുദായം ആദ്യം പോകും. അപ്പൊ പ്രവാചകന്മാരും അവരായിട്ടുള്ള ബന്ധം അപ്പോഴുണ്ടാവില്ല, അത് പിന്നെ ആ സമുദായം പോകും.
എല്ലാരും കരഞ്ഞ് നിലവിളിച്ചിട്ടാ ഇങ്ങനെ പോണത്. അത് കഴിഞ്ഞിട്ട് നൂഹ് നബിയുടെ സമുദായം പോകും. ഇങ്ങനെ ഓരോ സമുദായങ്ങൾ പോകുമ്പോ അള്ളാഹുടെ മുത്തുനബി ജിബ്രീലിനോട് ചോദിക്കും, ജിബ്രീലെ ബേക്കിലുണ്ട് നമ്മള്, അബൂറബിയും ബേക്കിലുണ്ട്, എന്റെ ഉമ്മമാരും ബേക്കിലുണ്ട്, എന്റെ സഹോദരങ്ങളും ബേക്കിലുണ്ട്. അള്ളാഹു അമ്മ അവിടെയൊക്കെ പ്രകാശിക്കുന്ന മുഖങ്ങളുടെ ഉടമകളാക്കുമാറാകട്ടെ. സമാധാനിക്കാൻ ഒരു വകുപ്പില്ല പ്രിയപ്പെട്ടവര്. ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പോകുമ്പോ നബി തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കും, ജിബ്രീലേ എന്റെ മക്കളാണോ ഇത്, എന്റെ സമുദായമാണോ ഈ പോണത്? ജിബ്രീൽ പറയും, ഇല്ല നബിയെ, ഇത് ഇന്ന നബിയുടെ സമുദായമാണ്, ഇത് ആദൻ നബിയുടെ സമുദായമാണ്, ഇത് നൂഹ് നബിയുടെ സമുദായമാണ്, ഇത് ശീസ് നബിയുടെ സമുദായം ഒക്കെ ഇങ്ങനെ പറയും. അവസാനം നോക്കുമ്പോൾ ഒരു വലിയ സംഘം വരും. നമ്മൾ അത്ര ഇല്ലെങ്കിലും ഒരു വലിയ സംഘം, ആ കൂട്ടത്തില് ഇതുവരെ വന്നതിൽ വെച്ച് വലിയ സംഘം മൂസ നബി അലൈഹി സ്വലാമിന്റെ ഖൗമ്. അവരാ നമ്മൾ കഴിഞ്ഞാലുള്ള ഒരു വലിയ സംഘം. ഈ സംഘത്തെ കാണുമ്പോൾ നബി തങ്ങൾ ധരിച്ചു പോകും നമ്മളാണോ എന്ന്. അക്ഷമയോട് അവിടെ നിന്ന് പറയും, ജിബ്രീൽ ഇതെന്റെ ഖൗമാണോ, ഇതെന്റെ സമുദായമാണോ, ഇതെന്റെ മക്കളാണോ, ഇത് അവരുടെ നിലവിളിയാണോ? ഉടനെ മൂസ നബി അലൈഹി സ്വലാമിന്റെ ഖൗമാണെന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം മുത്ത് റസൂലുള്ളാഹിനെ സമാധാനിപ്പിക്കുന്നു. ദീനും ക്ഷമിച്ചിരിക്കും. അവിടെ നിന്ന് അവസാനത്തുനിന്നാ വരുന്നത് മുത്തുനബിയെ. അതുകൊണ്ട് സമാധാനത്തോടെ അങ്ങിരിക്കണം, അങ്ങയുടെ ഉമ്മത്തികൾ വരുമെന്ന് പറഞ്ഞ് സമാധാനിക്കും. പക്ഷേ ആ ബാപ്പാക്ക് സമാധാനം ഇല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ റൂഹിയായ ബാപ്പാക്ക് സ്വസ്ഥതയില്ല. കാരണം നമ്മുടെ നിലവിളി, അതിന്റെ കാഠിന്യത കേൾക്കാൻ വയ്യ നമ്മുടെ നേതാവിന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോഴാ തിരിയ ഈ നേതാവിന്റെ സ്നേഹമൊക്കെ പ്രിയപ്പെട്ടവര്. അങ്ങനെ സമുദായങ്ങൾ പോയി പോയി അവസാനം വരുന്നു നമ്മളും പ്രിയപ്പെട്ടവര്. എന്റെ ഉമ്മ നീയും നിലവിളിച്ച് നടക്കുന്നു, നിന്റെയും ഓരത്തുണ്ട് അബൂറബിയെ. പക്ഷേ ചിന്തിക്കുന്നില്ല ഉമ്മ, എന്റെ സഹോദര അബൂറബീന്റെ മുന്നിലോ പിന്നിലോ എവിടെയോ നിങ്ങളുമുണ്ട്. പക്ഷേ പരസ്പരം പറയുന്നില്ല, പരസ്പരം അറിയുന്നില്ല. എല്ലാവരും നിലവിളിയിലാണ്, മരിക്കാനുള്ള കൊതിയിലാണ്. പെങ്ങളെ ഒന്ന് മരിച്ചെങ്കിലല്ലാ, ഒന്ന് മരിപ്പിച്ച് തന്നെങ്കിലല്ലാ. ആർത്തലച്ച് നീ മരണത്തിന് വേണ്ടി വില പിടിക്കുമ്പോളെ നീ റബ്ബിനോട് യാചിച്ചു പോകും പൊന്നുമോളെ. അത്ര ഭീതിതമാണ് പെങ്ങളെ. ഇത് റബ്ബിന്റെ ഖുർആനാ പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മഹിത വചനങ്ങളാ പഠിപ്പിച്ചത് സഹോദരാ. അങ്ങനെ നേരെ സഞ്ചരിച്ച് പോകുമ്പോ പരിശുദ്ധമായ ഖുബ്ബത്തു സഹ്റായിന്റെ ഓരത്ത് ഈ മാതായ നേതാവിനെ കാണുന്നു. നബിയെ കാണുന്നതോടുകൂടി അബൂറബീന്റെ എല്ലാ പിടിയും വിടുന്നു. എന്റെ സഹോദരാ, എല്ലാ പിടിയും വിടും സഹോദരാ. എല്ലാവരും കൂടെ മുത്തുനബിയുടെ ഓരത്ത് കൂടുന്നു. റൂഹിയായ ബാപ്പാരെ കണ്ട സന്തോഷം, അഭയം കണ്ട സന്തോഷം ആ മുത്തുനബിയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് നിലവിളിക്കുന്നു. ദാഹമുണ്ട് നബിയേ, അതികഠിനമായ വിശപ്പുണ്ട് നബിയേ. ഒരു തുണ്ട് ഭക്ഷണം ഇതുവരെ തന്നിട്ടില്ല, ഒരു തുള്ളി വെള്ളം ഇതുവരെ കിട്ടിയിട്ടില്ല, നാണം മറക്കാൻ ഒരു തുണ്ട് പോലും തന്നിട്ടില്ല. എന്തൊക്കെയാണ് മുന്നോട്ടൊരുക്കപ്പെട്ടതെന്നറിയില്ല. ഈ മലക്കുകളെ കണ്ണു വെട്ടിച്ചൊന്ന് മാറാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് മാത്രമാണ് അഭയം. ഒന്ന് രക്ഷിക്കുമോ നബിയേ, ഒന്ന് സമാധാനിപ്പിക്കുമോ നബിയേ, ഒന്ന് അഭയം തരുമോ നബിയേ. എന്റെ പെങ്ങളെ, അങ്ങനെ ഒരു നേതാവിന് റബ്ബ് തന്നില്ലേ മോളെ, അങ്ങനെ ഒരു നേതാവിന് റബ്ബ് തന്നില്ലേ പ്രിയപ്പെട്ടവര്. അല്ലാഹുവിന്റെ മുത്തുനബി നമ്മെ സമാധാനിപ്പിക്കോ. അവിടെ നിന്ന് പറഞ്ഞതിനും വിഷമിക്കേണ്ട മക്കള്. നിങ്ങൾക്ക് ഈ മുഹമ്മദ് നബിയുണ്ട്. ഒരൊറ്റ സമുദായത്തിനോടും ഒരു പ്രവാചകന്മാരും ഈ ആശ്വാസ വാക്ക് പറയില്ല, പറയാൻ അവർക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ മുത്തുനബി ഇത് നമ്മളോട് പറയുമ്പോ പോലും ഈ 1,24,000 വരുന്ന പ്രവാചകന്മാര് അർശിന്റെ സുറാദിക്കുകളല്ല.
അവിടെ നിന്ന് വിറയ്ക്കുകയാണ്. യജമാനിൽ നിന്നൊരു കരുണയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ്. ഇവിടെ മുത്തുനബിയോ എനിക്കും നിങ്ങൾക്കും വേണ്ടി സമാധാനത്തിന്റെ വാക്കുകൾ ചൊരിയുകയാണ്. ഞാനുണ്ട് മക്കളെ നിങ്ങൾക്ക്. നിങ്ങളെ രക്ഷപ്പെടുത്താതെ മുഹമ്മദ് നബി വിശ്രമിക്കില്ല, മുഹമ്മദ് നബി വെള്ളം കുടിക്കില്ല, മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കില്ല. അതുകൊണ്ട് മക്കളെ പ്രയാസപ്പെടണ്ട. ഈ മുഹമ്മദ് നബിയുണ്ട് നിങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് ചെന്നുകൊണ്ട് റബ്ബിനോട് പറയുന്നു, അല്ലാ എന്റെ ഉമ്മത്തീങ്ങൾക്ക് നിന്റെ മുമ്പിലൊന്ന് വരാറുള്ള ധൈര്യമില്ല. അവരാകെ കരയുകയാണ്. ഇന്നഹും യഫ്തലിഹൂൻ മുദ്നിബൂൻ ഖായിഫൂൻ. നിന്റെ മുമ്പിൽ വരാറുള്ള ധൈര്യം അവർക്കില്ല പടച്ചവരെ. അതുകൊണ്ട് നീ അവരെ ഹിസാബിന് വിളിക്കല്ല. ഉടനെ റബ്ബിന്റെ കൽപ്പന വരുന്നു, നബിയെ അങ്ങക്ക് എന്ത് വേണമോ ചോദിക്കാം. അങ്ങ് ചോദിക്കുന്നതൊക്കെ ഇവിടെ തരും. പക്ഷേ ലാ ബുദ്ദലിൽ അർള, ലാ ബുദ്ദലിൽ അർള. അങ്ങയുടെ ഉമ്മത്തികളെ വെളിവാക്കാതെ നിർവാഹമില്ല. നമ്മുടെ ചോദ്യശരങ്ങളെ ഏറ്റെടുക്കാതെ നിർവാഹമില്ല. അതുമാത്രം അനുവദിക്കില്ല. മുത്തുനബി മുഖം കുനിച്ച് പിന്മാറൂല. 3 തവണ എനിക്കും നിങ്ങൾക്കും വേണ്ടി റബ്ബിനോട് വാദിക്കും. പ്രിയപ്പെട്ടവരെ, പൊന്നുമോള് ഫാത്തിമാക്കല്ല, പ്രിയപ്പെട്ട മക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്കല്ല, പ്രിയപത്നിയാകുന്ന നെഞ്ചിടത്തിലേക്ക് തലചാച്ചു വെച്ച് അല്ലാഹുവിന്റെ മുത്തുനബി വഫാത്താകുമ്പോ സമാശ്വത്വത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചിടയിലേക്ക് തിരുന്നൊരുക്കി കൊടുത്ത മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ല മുത്തുനബി ഓർക്കുന്നത്, പാപികളായ നമ്മയാണ്. 3 പ്രാവശ്യമാ ഓരത്ത് നിന്നുകൊണ്ട് റബ്ബിനോട് കെഞ്ചുമീ നേതാവ്. പ്രിയപ്പെട്ടവരെ, ഇതെന്തൊരു സ്നേഹമാണ്, ഇതെന്തൊരു ദയാണ്. ഉടനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നിലപാടിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കില്ല. ഉടനെ മുത്തുനബി റബ്ബിനോട് പറയും, അല്ലാ എങ്കിൽ എനിക്കൊരു അനുവാദം തരണം. ഇദല്ലി ഹത്താ അദ്ഹബ ആദമ, ഞാനൊന്ന് ആദം നബിയെ കണ്ടിട്ട് വരട്ടെ. അതുവരെ എന്റെ സമുദായ മക്കളെ നീ വിചാരണയ്ക്ക് വിളിക്കല്ലേ. അല്ലാഹ് അനുവാദം കൊടുക്കും. മുത്തുനബി എന്നെ പറയാ, അല്ലാഹ് അനുവാദം കൊടുക്കും. അല്ലാഹുവിന്റെ മുത്തുനബി പരക്കമ്പായും. പ്രിയപ്പെട്ടവരെ, ഇത്ര മനുഷ്യർക്കിടയിൽ നിന്ന്, ഇത്ര പടപ്പുകൾക്കിടയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ആദം നബിയെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആദം നബിയോട് പറയുന്നു, നിങ്ങളെ മക്കളെ നിൽക്കുന്ന കണ്ടോ? നമ്മളെ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അവിടെ നിന്ന് പറയും, കണ്ടോ നിങ്ങളെ മക്കൾ നിൽക്കുന്നത്? അവരെ കോലം കണ്ടോ ബാപ്പാ? നിങ്ങളവരെ ബാപ്പയല്ലേ? അവരെ രൂപം കണ്ടോ? അവരെ പ്രകൃതി കണ്ടോ? പാവങ്ങളാകെ പേടിച്ചിരിക്കേ, അവരാകെ തകർന്നിരിക്കേ. അതുകൊണ്ട് നമുക്കവരെ ഒന്ന് രക്ഷപ്പെടുത്താം. അല്ലാഹുവിന്റെ മുമ്പിൽ അവരെ വെളിവാക്കണ്ട. അതുകൊണ്ട് നമുക്കവരെ രക്ഷപ്പെടുത്താം. അതിനുള്ള ആകെ മാർഗം നിങ്ങളവരെ ബാപ്പയാണ്. വന നബിയുഹും, ഞാൻ അവരെ നബിയാണ്. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും കൂടി ഈ സമുദായ മക്കൾ ചെയ്ത എല്ലാ പാപങ്ങളും നമ്മുടെ ചുമലിലെടുക്കാം. എന്തോരു സ്നേഹം പ്രിയപ്പെട്ടവരെ. ഇതിന് പകരം വെക്കാൻ ഒരു ബാപ്പയില്ല മോള്, ഒരു ഉമ്മയില്ല സഹോദര. എന്തൊരു പറച്ചിലാന്ന് ആലോചിക്ക്. ഈ സമുദായ മക്കൾ ചെയ്ത എല്ലാ പാതകങ്ങളും നമുക്ക് 2 പേർക്കും കൂടി നമ്മുടെ ചുമലിലെടുക്കാം. എന്നിട്ട് ഈ പാവങ്ങളെ വെറുതെ വിടാം. അവര് പോയി രക്ഷപ്പെടട്ടെ. എന്നിട്ട് റബ്ബിന്റെ ചോദ്യങ്ങളെ നമുക്ക് നേരിടാം. അതിന്റെ പേരിൽ അല്ലാഹ് ശിക്ഷിക്കുകയാണെങ്കിൽ ആ ശിക്ഷ പോലും നേരിടാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ബാപ്പയോട് അത്യാർത്ഥിയോടെ കെഞ്ചുന്ന നേതാവ്.
حبوبها ما كان هب منه للمحال حال جود من جاد الوجود وجوده جاد الجواب جمعا وفرقا بعد جمع للرجال جال അല്ലാഹുവിന്റെ മുത്തുനബി കെഞ്ചി നോക്കും പ്രിയപ്പെട്ടവര്. ഉടനെ ആദം നബി അലൈഹിസ്സലാം മുത്തുനബിയോട് തിരിച്ചു പറയും, നബിയേ അവരെന്റെ മക്കളാണ്, അവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമുണ്ട്, പക്ഷേ ഇപ്പൊ അവരുടെ പാപഭാരം എനിക്ക് ചുമക്കാൻ കഴിയില്ല. അനമസൂലും ബിനഫ്സി, എന്റെ കാര്യത്തിൽ ഞാൻ ബേജാറിലാണ്. കാരണം നിങ്ങളെ ഖുർആനിലൂടെ അല്ലാഹ് എന്നെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, ആദമു റബ്ബഹു ഫഗവാ ഫഅസാ ആദമു റബ്ബഹു ഫഗവാ. അല്ലാഹു തആല എന്നെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്കാണ്. ഇതിന്റെ പേരിൽ റബ്ബ് എനിക്കെതിരെ എന്ത് നിലപാടെടുക്കും എന്ന വലിയൊരു സംഘർഷത്തിലാണ് ഞാൻ, എന്നൊരു വലിയ ധർമ്മസങ്കടത്തിലാണ് ഞാൻ, എന്ന വലിയൊരു ഭയത്തിലും വിഷമത്തിലുമാണ് ഞാൻ. അതിനിടയിൽ എന്റെ മക്കളെ നോക്കാൻ എനിക്ക് നേരമില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി പോലും കൈമലർത്തുന്നു. അല്ലാഹുവിന്റെ മുത്തുനബിക്ക് വേറെ വഴിയില്ലാതെ വരുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബി തന്നെ പഠിപ്പിക്കേ, നമ്മെ ഓർത്തുകൊണ്ട്, നമ്മുടെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട്, റബ്ബിന്റെ മുമ്പിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്തുകൊണ്ട് അവിടത്തെ ശറഫാക്കപ്പെട്ട തലയിലേക്ക് രണ്ട് കൈകളും അമർത്തി വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ആ വിശാല ഭൂമികയിൽ ഇരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് സങ്കടപ്പെടുന്നു. اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم. قرآن بين الله عز وجل. ആരുമില്ല സഹായിക്കാൻ മുത്തുനബി അല്ലാതെ. ഉടനെ അള്ളാഹുടെ കൽപ്പന വരും മുത്തുനബിയിലേക്ക്, യാ മുഹമ്മദ് ഖർരിബുഹും ലിൽ ഹിസാബ്. ആദമിനെ കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞില്ലേ? കണ്ടു കഴിഞ്ഞു. ഇനി ആ ഉമ്മത്തികളെ കൊണ്ടുപോവാ, അവരെ ഹിസാബിന് കൊണ്ടുപോവാ, അവരെ ഹിസാബിന് വിധേയപ്പെടുത്ത്. നബി തങ്ങളോട് റബ്ബിന്റെ കൽപ്പന വരും. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയാം, വിശാലമാണ്, പക്ഷെ അധികം ഇത് പറയാനുള്ള നേരമില്ല. അതുകൊണ്ട് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി കൊള്ള പരുവത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. എന്നിട്ട് പറയും, യാ ഉമ്മത്തി ദുഈതും ഇലൽ അർളി അലല്ലാഹ്. അള്ളാന്റെ മുമ്പിൽ വെളിവാകാൻ പറയാം. വേറെ ഒരു മാർഗമില്ല, വേറെ ഒരു വഴിയുമില്ല. റബ്ബിന്റെ മുമ്പിൽ വെളിവാകാതെ നിർവാഹമില്ല. കഴിവിന്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചു നോക്കി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരും, ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന് നമ്മളെ നയിക്കും. നേരെ റബ്ബിലേക്ക് പോകും. ആ പോക്കിലാണ് പലർക്കും വാഹനങ്ങൾ ഉണ്ടാവുക. പലർക്കും അവിടെ വാഹനങ്ങളുണ്ട് പോകാൻ. പലരുടെയും സഞ്ചാര പദം അല്ലാഹു തആല അത്ഭുതമാക്കി കൊടുക്കും. അപ്പോഴും ഇവിടെ പലരും ഭൂമിയുടെ പ്രതലത്തിലൂടെ വലിഞ്ഞഴിഞ്ഞ് തന്നെ പോകും. അല്ലിമൂ ലഹായാക്കും ഫഇന്നഹാ അലസ്സിറാത്തി മതായ. ഉദ്ഹിയ്യത്തൊക്കെ വലിയ പെരുന്നാൾ നമ്മൾ അർത്ഥം കൊടുക്കുമല്ലോ, അതിന്റെ സ്ഥാനവും മഹത്വവും അവിടെയാണ്. ആ ഉദ്ഹിയ്യത്ത് അറുത്ത് കൊടുത്തവർക്ക് മുത്തുനബി പഠിപ്പിച്ചില്ലേ, അവർക്ക് ആ വാഹനം നാളെ അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് പോകാനുള്ള വാഹനമാക്കി കൊടുക്കും ആ മൃഗത്തെ. അല്ലാഹു ആ നൽകിയവർക്കൊക്കെയും ആ തൗഫീഖ് നൽകുമാറാകട്ടെ. അത് മാത്രമല്ല, തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്കുണ്ട്, സുന്നത്ത് നോമ്പെടുക്കുന്നവരുണ്ട്, ദാനധർമ്മം ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ പലർക്കും ഉണ്ട് ആ ക്വാളിറ്റി. അവർക്കൊക്കെ വാഹനങ്ങൾ നിശ്ചയിച്ചു കൊടുക്കും. അവരൊക്കെ ആ വാഹനങ്ങൾ, പക്ഷെ അതിന്റെ വേഗതകളും അതിന്റെ ക്വാളിറ്റിയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അവരൊക്കെ ആ വാഹനങ്ങളിലൂടെ. ബാക്കിയുള്ളവരൊക്കെ എത്ര നടക്കണം, എവിടെ എത്തണം പ്രിയപ്പെട്ടവരെ? യൗമ തുബദ്ദലുൽ അർള് ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദൽ ഖഹാർ. ഈ ഭൂമിയല്ലാത്ത, ഈ ആകാശമല്ലാത്ത പുതിയൊരു ഭൂമികയാക്കി മാറ്റിമറിക്കും റബ്ബ്. ഖുർആൻ, യൗമ തുബദ്ദലുൽ അർളു വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദൽ ഖഹാർ. غير الأرض والسماوات يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار. ഈ ഭൂമിയല്ലാത്ത മറ്റൊരു ഭൂമികയാക്കി മാറ്റും റബ്ബ്.
ആകാശമുണ്ട്, ആകാശമല്ലാത്ത മറ്റൊരാകാശം. കാരണം ആകാശം പിളർന്ന് മലക്കുകൾ വരെ താഴെ വരുമെന്നല്ലേ ഹിസാബിന്റെ നേരത്ത്. ആകാശം പൊട്ടിയിട്ട് മലക്കുകൾ വരെ താഴെ വീണ് പോകും അള്ളാന്റെ മുമ്പിൽ കോപിക്കുമ്പോ, നക്ഷത്രങ്ങൾ അടക്കം തകർന്നു വീഴും. അപ്പൊ അവിടെയുണ്ട് ആകാശം. ഈ ആകാശം അല്ലാന്ന് മാത്രം, ഈ ഭൂമി അല്ലാന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ നേരെ കൊണ്ടുപോകും. സാഹിറ എന്ന പ്രദേശത്ത് കൊണ്ടുപോയി നിർത്തും. എത്ര ഉണ്ടാവും? എങ്ങനെ അവിടെ നിൽക്കുക? അള്ളാടെ മുമ്പിലാണ്. നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ നമ്മൾ നിൽക്കില്ലേ? എന്തിനാ നൃത്തം? പള്ളിയിൽ എന്തിനാ നമ്മൾ നിസ്കരിക്കുമ്പോൾ സ്വത്ത് കെട്ടി നിസ്കരിക്കാൻ പഠിപ്പിച്ചത്? എന്തിനാ? ഏത് പള്ളി ചെന്നാലും മിക്കവാറും ഇമാമിങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കും. കറക്റ്റാണോ? അവിടെ ഇവിടെ കറക്റ്റാണ് അല്ലേ? ജുമയ്ക്ക് പ്രത്യേകം പറയും, സ്വപ്പുകൾ എല്ലാവരും ക്ലിയർ ആക്കി വെക്കണമെന്ന് പ്രത്യേകം പറയാറുണ്ട്. എന്തിനാ ഇവിടെ ഈ സ്വപ്പ് ഇത്രയും കൃത്യമാക്കി നിർത്താൻ പറ്റും? ഇവിടെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ പുണ്യമുണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ ലക്ഷ്യങ്ങളിൽ ഒന്ന്, നാളെ അള്ളാടെ മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്ന് പഠിപ്പിച്ചേരേ. അവിടെ സ്വപ്പ് കെട്ടിയാ നിർത്തുക, സ്വപ്പ് കെട്ടിയാ നിർത്തുക. മനുഷ്യൻ സമസ്താഖിലവും അല്ലാഹു തആല സ്വപ്പ് കെട്ടി അവിടെ നിർത്തും. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരും ജിന്നുകളും പ്രത്യേകം അല്ലാഹു തആല ഒരുക്കും. എത്ര ഉണ്ടാകും? 40 സ്വപ്പുണ്ടാവും. 40 സ്വപ്പുണ്ടാവും. മനുഷ്യനും ജിന്നും കൂടി മൊത്തം 40 സ്വപ്പ്. യജൂജും മജൂജും ഒക്കെ അതിലാ. യജൂജും മജൂജും ഇതിനകത്തുണ്ടാകും 40 സ്വപ്പ്. ഈ 40 സ്വപ്പ് കൊണ്ട് ഇതെല്ലാം തീരും. പക്ഷെ ഇത് ചെറുതാണെന്ന് വിചാരിക്കരുത്. ഈ 40 അല്ല 120 സ്വപ്പ്, 40 സ്വപ്പല്ല 120 സ്വപ്പുണ്ട്. ഈ 120 സ്വപ്പ് നമ്മളെ പള്ളിയിൽ നിസ്കരിക്കാൻ ജുമയ്ക്ക് വരുന്ന ആളിന്റെ സ്വപ്പെണ്ണം കൂട്ടിയിട്ട് 120 എന്ന് കരുതരുത്. ഒരു സ്വപ്പിന്റെ നീളം ഒരറ്റത്തുനിന്ന് തുടങ്ങി മറ്റേ അറ്റത്ത് ചെന്ന് തീരണമെങ്കിൽ 40 വർഷം യാത്ര ചെയ്യണം. അതാ ഒരു സ്വപ്പിന്റെ നീളം. ആ ഒരു സ്വപ്പിന്റെ വീതി ഒരറ്റത്തും തുടങ്ങി മറ്റേ അറ്റത്തേക്ക് ചെന്ന് തീരണമെങ്കിൽ 20 വർഷം യാത്ര ചെയ്യണം. ഇത് വീതി. ഇങ്ങനത്തെ ഒരു സ്വപ്പ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനത്തെ 40 ഈ സ്വപ്പിന്റെ പ്രത്യേകത, ആ സ്വപ്പിനിടയിൽ ഒരു അമ്പ് കുത്താനുള്ള ഇടം പോലുമില്ല പ്രിയപ്പെട്ടവരെ. ഒരു കാല് കുത്താനുള്ള ഇടം പോലും ഈ 120 സ്വപ്പിന്റെ ഇടയിലില്ല. അവിടെയും ഒരു മനുഷ്യന് അല്ലാഹു കുത്തി നിറക്കെ ചരിയാൻ കഴിയില്ല, തിരിയാൻ കഴിയില്ല. അതല്ലേ ഒറ്റ നൃത്തം. കാല് ഇരുന്നേടത്ത് നിന്ന് മാറ്റി ചവിട്ടൂല. കാരണം ചവിട്ടാൻ വേണ്ടേ? ചവിട്ടാൻ വകയില്ല. അതിന് മാത്രം കുത്തി നിറച്ചു കളയുന്ന 120 സ്വപ്പ് പ്രിയപ്പെട്ടവരെ. ഇനി ഇതിനേക്കാളും വലിയ ഗൗരവം, അല്ലാഹുവിന്റെ മുത്തുനബി വിവരം പറയുമ്പോ തകർന്നു പോയ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞ, സ്വഹാബ, ഇതിലാകെ 3 സ്വപ്പ് മാത്രമേ സ്വർഗത്തിലുള്ളൂ. ഈ 120 സ്വപ്പിൽ നിന്ന് 3 സ്വപ്പ് മാത്രം. അവരാണ് സ്വർഗത്തിന്റെ ഹൈമകളിൽ ജീവിക്കുന്നവർ, അവരാണ് സ്വർഗത്തിന്റെ വെണ്ണക്കൊട്ടാരങ്ങളിൽ കഴിയുന്നവർ, അവരാണ് സ്വർഗീയമായി ആസ്വദിച്ച് മണിയറ തീർക്കുന്നവർ. ബാക്കിയെല്ലാം നഷ്ടത്തിലാണ്, ബാക്കിയെല്ലാം പരാജയത്തിലാണ്. ആ 3 സ്വപ്പിലെങ്ങാനും എന്റെ ഉമ്മാടെ പേരില്ലെങ്കിൽ, ആ 3 സ്വപ്പിലെങ്ങാനും എന്റെ സഹോദര നിന്നെ അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിന്റെ ഉമ്മ പെറ്റത് വെറുതെയാണ്. നിന്റെ ബാപ്പാടെ പ്രതീക്ഷ അസ്ഥാനത്താണ്. നിന്റെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ വൃതാവിലാണ് സഹോദര. അതുകൊണ്ട് കെഞ്ചി യാചിച്ചോ റബ്ബിനോട്. അല്ലാഹു ആ മഹാഭാഗ്യം നമുക്കും നൽകുമാറാകട്ടെ. ആ 3 സ്വപ്പിലായിട്ട്. പിന്നെ യജൂജും മജൂജും ഒക്കെ നമ്മളെക്കാളും എണ്ണത്തിലും വണ്ണത്തിലൊക്കെ കൂടുതലാണ്. അവരും ഈ സ്വപ്പുകളിൽ ഉണ്ട്. ബാക്കിയുള്ള സ്വപ്പുകളിൽ നിന്ന് വരുമ്പോ ഈ 3 സ്വപ്പിൽ പ്രതീക്ഷയുണ്ട്. അല്ലാഹു തആല നൽകുമാറാകട്ടെ. എന്തോ ആവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കൊണ്ടുവന്ന റബ്ബിന്റെ മുമ്പിൽ ഒരൊറ്റ നൃത്തം. ആ നൃത്തം എത്ര നാള് നിൽക്കണമെന്നറിയോ? അവിടെ വിഷയം. ഇതിപ്പോ പെട്ടെന്നങ്ങ് സ്വർഗത്തിൽ പോകാൻ നരകത്തിൽ പോകാൻ അതൊന്നും നടക്കില്ല. ഈ നൃത്തം അങ്ങനെ നിൽക്കണം. എത്ര നാള് നിൽക്കണം? 50,000 കൊല്ലം. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുക, 50,000 കൊല്ലം. ലാ യസ്റബൂന വലാ യഅകുലൂ വലാ യൻദുറുല്ലാഹു ഇലൈഹിം ബിർറഹ്മാ. ഒരു തുള്ളി വെള്ളം പോയിട്ട്, ഒരു തുണ്ട് ഭക്ഷണം പോയിട്ട്, ഒരു കരുണയുടെ നോട്ടം പോലും അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കരുതാരും. അങ്ങനത്തെ നൃത്തം 50,000 കൊല്ലം പ്രിയപ്പെട്ടവരെ. ആരുമില്ല സഹായിക്കാൻ അല്ലാഹുവിന്റെ മുത്തുനബി അല്ലാതെ. ലഹും തഹ്തൽ വലാമി വഹും സുജൂദൂ. ആ
അനീനും മിൻഹു തൻഫരിജുൽ ളുലൂഉ وخرص في النهار لطول صمتي عليهم من سكينتهم خشوع ഈ 50,000 കൊല്ലത്തെ നിലവിളി കണ്ടിട്ട് അല്ലാഹുവിന്റെ മുത്തുനബി തന്നെ റബ്ബിലേക്ക് ചെല്ലും. എന്നിട്ട് റബ്ബിനോട് വീണ്ടും കെഞ്ചും, അല്ലാഹ് എന്റെ ഉമ്മത്തീങ്ങളുടെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണേ അല്ലാഹ്. എത്ര കാലമായി അവര് നിൽക്കുന്നു, നീ കരുണയോടെ ഒരു നോട്ടം പോലും അവരോട് നോക്കിയിട്ടില്ല. അതുകൊണ്ട് നീ തീരുമാനമെടുക്കണേ അല്ലാഹ്. അവരെ ഇനിയും കഷ്ടപ്പെടുത്തരുതേ അല്ലാഹ്. അല്ലാഹുവിന്റെ മുത്തുനബിക്കല്ലാതെ വോയിസ് ഇല്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ മുത്തുനബി ഇത് പറയുന്നതോടുകൂടി റബ്ബ് ജിബ്രീലിന് നിർദ്ദേശം നൽകുന്ന, ജിബ്രീലേ ഹിസാബിന് വേദിയൊരുക്കുക, ഹിസാബിന് വേദിയൊരുക്കുക. മുഹമ്മദ് നബി ആവശ്യപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് നബിയുടെ ആവശ്യങ്ങളൊന്നും ഇവിടെ നിരാകരിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഹിസാബിന് വേദിയൊരുക്കുക. അതോടൊപ്പം തന്നെ മുഹമ്മദ് നബിയുടെ സമുദായത്തെ ആ നബിയെ മാനിച്ചുകൊണ്ട് ആദ്യം ഹിസാബിന് വേണ്ടി കൊണ്ടുവരിക. കൊണ്ടുവന്ന് നിർത്തുള്ളൂ, അപ്പോൾ വിചാരണ തുടങ്ങൂല. മനുഷ്യരിൽ ആദ്യം നമ്മളെ, പക്ഷെ നമുക്ക് മുമ്പ് ഈ ജീവജാലങ്ങളെ കൊണ്ടുവരും. ഈ ജീവികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തും. കാരണം അവരെ ഹിസാബ് എടുത്തണ്ടേ. ഇവിടെ വെച്ച് കുത്തിയതുണ്ട്, കൊമ്പ് കൊണ്ട് കുത്തിയ മറ്റേ മൃഗമുണ്ട്, പാവപ്പെട്ട മൃഗത്തെ കുത്തി കൊന്നുണ്ട്, കടിച്ചു കൊന്നുണ്ട്, അല്ലെ, അടിച്ചതുണ്ട്, ചവിട്ടിയതുണ്ട്, കടിച്ചു കീറിയതുണ്ട്. ഇതെല്ലാം അവിടെ കൊണ്ടുവന്നിട്ട് നമ്മളെ മുമ്പിൽ നിർത്തി അവരെ ഹിസാബ് ചെയ്യും. പരസ്പരം അവരെ വിചാരണ ചെയ്യും. അവരെ വിചാരണ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി മണ്ണായി പോകട്ടെ എന്നുള്ള റബ്ബിന്റെ കൽപ്പന വരുന്നതോടുകൂടി ഈ ജീവജാലങ്ങൾ ഒന്നാകെ വിളിച്ചു പറയും, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലദീ സല്ലമനാ മിനൽ ഹിസാബ്. ഹിസാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ ഈ ചെറിയ പരിപാടിയിലൂടെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ മണ്ണാക്കി മാറ്റാൻ തീരുമാനിച്ച റബ്ബിനാണ് സർവസ്തുതിയും. നമ്മൾ ഉടനെ അവരോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഈ ഹംദ് പറയുന്നു? നിങ്ങൾ അല്ലാഹ് മണ്ണാക്കല്ലേ? അവര് പറയും, ഞങ്ങളെ ഹംദ് പറയാനുള്ള കാര്യം മനുഷ്യരെ നിങ്ങളെ ഓർത്താണ്. ഞങ്ങളെ എല്ലാം കഴിഞ്ഞു, ഇനി മണ്ണാക്കി അങ്ങ് കളയും, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ ഗതി അതല്ലല്ലോ. നിങ്ങളെ ഇനി അല്ലാഹു വരച്ച വരയിൽ നിർത്താൻ പോകുകയല്ലേ. നിങ്ങളെ രാത്രികളെന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളെ പകലുകളെന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളെ കണ്ട കാഴ്ചകളെന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാം അല്ലാഹു പൊളിച്ചെഴുതൂലേ. അങ്ങനെ ഒരു ഗതികേട് ഞങ്ങൾക്ക് തരാത്തതിന്റെ പേരിൽ നിങ്ങളെപ്പോലെ ഞങ്ങളെ ഹിസാബിൽ അല്ലാഹു പരുവപ്പെടുത്തിയില്ലല്ലോ. അതിനാണ് ഞങ്ങളെ റബ്ബിനോട് ഞങ്ങൾ ശുക്ർ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മണ്ണായി മാറുന്നു. ആ മണ്ണുകളെ മലക്കുകളെ പെറുക്കിയെടുത്തുകൊണ്ട് അവിശ്വാസികളുടെ മുകളിലേക്ക് വലിച്ചെറിയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സൂര്യനെ കൊണ്ടുവരാൻ ആവശ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, അപ്പോഴാ സൂര്യനെ കൊണ്ടുവരിക. അപ്പൊ കാലം എത്ര കഴിഞ്ഞു, നൂറ്റാണ്ട് എത്ര കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ സൂര്യനെ കൊണ്ടുവരും. കൊണ്ടുവന്നവരെ കത്തിച്ച് പൊക്കല്ലേ. സൂര്യനെയും അല്ലാഹു വിചാരണ ചെയ്യും. നേരത്തെ പറഞ്ഞില്ലേ ബുറാക്ക് കരഞ്ഞത് പേടിച്ചിട്ട്. സൂര്യനെ സൂര്യനോട് റബ്ബ് ചോദിക്കും, യാ ശംസ് ഹൽ അൻതി അമർതി ഇബാദി ലിസുജൂദി ലക്കി. നിന്നെ ആരാധിക്കണമെന്ന് നീ എന്റെ അടിമകളോട് കൽപ്പിച്ചിരുന്നുവോ? കാരണം നീ ആരാധിക്കപ്പെട്ടിരുന്നു ഭൂമിയിൽ. അത് നിന്റെ അറിവോടെയാണോ? അല്ലാഹ് വിചാരണ ചെയ്യും. അല്ലാഹ്ക്ക് ഇതൊക്കെ അറിയാമെങ്കിലും അത് വിചാരണയാണ്. ഈ ശിക്ഷിക്കപ്പെടുന്നവന്റെ നാവിലൂടെ അവനും പറയും, എത്ര നീതിയായ ഹിസാബ്, എത്ര വ്യക്തമായി നീതിയായ ഹിസാബ് എന്ന് കാലകാലം നരകത്തിൽ പോണവനും പറയും. ആ രീതിയിൽ മുടിനാരിയുടെ കീറിയിട്ടുള്ള നീതിയുടെ ഭാഗം. പക്ഷെ അത് നമുക്ക് കിട്ടിയാ പോരാ. നമുക്കത് കിട്ടിയാൽ നമ്മൾ പെട്ടുപോകും. അല്ലാഹ് നീതി മാത്രം നമ്മളോട് കാണിച്ചാൽ നമ്മളൊക്കെ ശിക്ഷിക്കപ്പെടും. കാരണം നമ്മളെ ജീവിതം നമുക്കറിയാം. നമുക്ക് വേണ്ടത് അതിനപ്പുറം അല്ലാഹുടെ ഔദാര്യമാണ്, മുത്തുനബിയുടെ ശഫാഅത്താണ്. അല്ലാഹു ആ യോഗ്യത നമുക്ക് നൽകുമാറാകട്ടെ. അതില്ലെങ്കിൽ രക്ഷപ്പെടാൻ വഴിയില്ല. സൂര്യനോട് പറയും, നീയാണോ ആരാധിക്കാൻ പറഞ്ഞത്? സൂര്യൻ ഉടനെ അല്ലാഹുടെ മുമ്പിൽ വിറങ്ങലിച്ചുകൊണ്ട് സുജൂദിൽ വീഴും, വിറവിറച്ചുകൊണ്ട് സുജൂദിൽ വീഴും. എന്നിട്ട്
പറയും, റബ്ബേ നീ നിശ്ചയിച്ച സഞ്ചാര പദത്തിൽ നിന്ന് പോലും അണുപിട ഞാൻ വ്യതിചലിച്ചിട്ടില്ല. അങ്ങനത്തെ ഞാനെങ്ങനെ എന്നെ ആരാധിക്കാൻ മറ്റുള്ളവരോട് പറയുക? ഞാൻ പറഞ്ഞിട്ടില്ല പടച്ചവരെ, നീയാണ് അതിന് സാക്ഷി. പിന്നെ അല്ലാഹ് പറയും സ്വദഖത്തി, നീ പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് മലക്കുകളോട് പറയും ഇതിനെ കത്തിച്ചു പൊക്കാൻ പറയും. ഇന്നത്തെ സൂര്യന്റെ 70 ഇരട്ടി പവർ കൊടുത്തിട്ട് ഇതിനെ കത്തിച്ചു പൊക്കാൻ പറയും മനുഷ്യന്റെ മുകളിൽ അല്ലാഹ്. ആ നേരത്താണ് സൂര്യനെ കത്തിച്ചു പൊക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയാണ് കത്തിച്ചു പൊക്കുന്നതെന്നറിയുമോ? ലൗ മദ്ദൽ അബ്ദു യദഹു ലനാലഹാ. ഒരു മനുഷ്യൻ അവന്റെ തലയ്ക്ക് മുകളിൽ എങ്ങാനും ഒന്ന് കൈ ഉയർത്തിയാൽ ആ കൈയുടെ പള്ള പോയിട്ട് സൂര്യന്റെ സത്തയിൽ തട്ടുമാറ് അടുത്ത് മുത്ത് ഹബീബ് പഠിപ്പിക്കേ. അത്ര അടുത്തായിട്ട് സൂര്യനെ കത്തിച്ചു പൊക്കുന്നു. ഇന്നത്തെ സൂര്യന്റെ 70 ഇരട്ടി പവർ, 70 മുഴത്തോളം മനുഷ്യന്മാര് ഒരുപാട് പേര് വിയർപ്പിൽ മുങ്ങി താഴുമേ ഉമ്മ. എന്റെ സഹോദര, മനുഷ്യൻ ചെയ്ത പാപക്കറകൾ നടത്തിയ സമയങ്ങളിൽ അവന്റെ ശരീരങ്ങളിൽ നിർഗളിച്ച അതേ വിയർപ്പ് ഘടകങ്ങൾ മുഴുവനും അവന്റെ ശരീരത്തിൽ നിന്ന് കുമിള പൊട്ടി ഒഴുകുന്നു. ആ വിയർപ്പിന്റെ ഗന്ധം വിളിച്ചു പറയോ, ആ വിയർപ്പിന്റെ ദുർഗന്ധം വിളിച്ചു പറയോ, ആ വിയർപ്പിന്റെ ആഴം വിളിച്ചു പറയോ. അവൻ ചെയ്ത പാതകങ്ങൾ എന്താണ്, അവള് ചെയ്ത അതിക്രമങ്ങൾ എന്താണ്? 70 മുഴത്തോളം ഈ വിയർപ്പ് ഘടകങ്ങൾ ഒരാളിന്റെ ശരീരത്തിൽ നിറഞ്ഞു കിടക്കുന്നത് വരെ നാളെ മഹ്ശറയിൽ ഉണ്ടാകുമെന്ന കള്ളം പറയാത്ത നാവിന്റെ ഉടമ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, വീണ്ടും ആയിരക്കണക്കിന് കൊല്ലം അത് കഴിഞ്ഞിട്ടും നമ്മളെ വിചാരണ തുടങ്ങൂല. അത് കഴിഞ്ഞിട്ടും ജിബ്രീലിനെ കൊണ്ടുവരും. ഐന ജബ്രായീൽ, എവിടെടോ ജിബ്രീൽ? അല്ലാഹ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ജിബ്രീൽ എന്ന മലക്കുണ്ടല്ലോ, അതിനിപ്പോ വിവരിക്കാനുള്ള നേരമില്ല, സമയം തീർന്നു, അവസാനിപ്പിക്കാനായി. അത് ഈ പെട്ടെന്ന് പോണം. ആ ജിബ്രീൽ എന്ന മലക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ വന്നു നിൽക്കും, വെള്ളത്തിൽ വീണ പൂച്ചക്കുട്ടി വിറവിറക്കുന്നത് പോലെ. അള്ളാഹു ചോദ്യം ചെയ്യും, വഹി എത്തിക്കേണ്ടടുത്ത് നീ എത്തിച്ചോ, നിന്റെ ഉത്തരവാദിത്തം പൂർത്തീകരിച്ചോ ഒക്കെ ചോദിക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജിബ്രീലും വിറവിറച്ചുകൊണ്ട് ഓച്ചാനിച്ച് പേടിച്ചരണ്ട് നിന്നിട്ട് റബ്ബിനോട് എല്ലാം സമ്മതിക്കും. എന്നിട്ട് പറയും, റബ്ബേ ഉത്തരവാദിത്തം നിർവഹിച്ചതിന് സാക്ഷി നീയാണ് റഹ്മാനെ. അല്ലാഹ് പറയും, നീ പറഞ്ഞ സത്യമാണ്. ഇത് കഴിയുന്നതോടുകൂടി ജിബ്രീൽ അൽഹംദുലില്ലാഹ്, എന്നെ പടച്ചതിന്റെ അന്ന് മുതൽ ഞാൻ ഭയന്നതാണ് ഈ ഒരു ഘട്ടം, അതെനിക്ക് കഴിഞ്ഞു കിട്ടി, അൽഹംദുലില്ലാഹ്. ഉടനെ അടുത്താലിനെ വിളിക്കും, ഐന മീകായിൽ, എവിടെ മീകായിൽ? ഓരോ മലക്കുകളെ വിളിക്കും. അവരെല്ലാവരും വന്ന് കനൽ കട്ടകളെ പോലെ വിറയ്ക്കും. അവര് വിറച്ചുകൊണ്ട്, ജ്വലിച്ച്, തകർന്നുകൊണ്ട്, ഭയന്നുകൊണ്ട് റബ്ബിന്റെ ഹിസാബിനെ നേരിടും. രക്ഷപ്പെടുമ്പോ അവരും പറയും, അൽഹംദുലില്ലാഹ്, പടയ്ക്കപ്പെട്ടതിന്റെ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളൊക്കെ ഈ ഭയത്തിലായിരുന്നു, അവിടെ നിന്ന് ഞങ്ങളെ റബ്ബ് ഞങ്ങളെ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ വിളിക്കും വിചാരണയ്ക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, വിചാരണയ്ക്ക് വിളിച്ചാലുള്ള നമ്മുടെ അവസ്ഥ എന്താ? വിചാരണയ്ക്ക് വിളിക്കാതിരിക്കട്ടെ, വിചാരണയ്ക്ക് അല്ലാഹു നമ്മെ വിളിക്കാതിരിക്കട്ടെ, വിചാരണയ്ക്ക് അല്ലാഹു നമ്മെ വിധേയപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹുവിന്റെ മുത്തിൽ നമ്മൾ എന്നെ ആലോചിച്ചു. എന്റെ ജീവിതം എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങളെ ജീവിതം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നമ്മളെങ്ങാനും വിചാരണയ്ക്ക് വിളിച്ചു നിർത്തിയിട്ട് നമ്മളെ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും റബ്ബ് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചാൽ നമ്മളൊന്നും പറയണ്ട. അതൊക്കെ പറയേണ്ടവര് പറയും. പലരും ഉണ്ട് നമുക്ക് വേണ്ടി പറയാൻ, പല അവയവങ്ങളുണ്ട്, വിരലുണ്ട്, അതിനും അപ്പുറം വേറെ പലതും ഉണ്ട് കയ്യിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ വഴിയില്ല. അതുകൊണ്ട് അവിടെ എങ്ങാനും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്റെയും നിങ്ങളെയും സ്വകാര്യതകളെ അല്ലാഹു വ്യക്തമാക്കി ഒന്ന് നിരൂപിച്ചുകൊണ്ട്, വിലയിരുത്തിക്കൊണ്ട്, നിരീക്ഷിച്ചുകൊണ്ട് അത് അളന്ന് മുറിക്കാനെന്ന് തീരുമാനിച്ചാൽ വല്ല വഴിയുണ്ടോ രക്ഷപ്പെടാൻ? ഒരു വഴിയില്ല. അല്ലാഹു ഹസൻ മൗലവി ഉസ്താദിനെ പോലുള്ള മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് അവിടെ ഒന്നും നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ, ഹിസാബില്ലാതെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മൻ ഹൂസിബ ഉദ്ദിബ, ആരെങ്കിലും വിചാരണയ്ക്ക് അല്ലാഹു അന്ന് വിധേയപ്പെടുത്തുമെങ്കിൽ അവൻ തീർത്തും ശിക്ഷിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അമ്മാമൻ ഊതിയ കിതാബഹു ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ മുത്തനബി പറഞ്ഞു, അത് ഹിസാബല്ലടി ആയിഷ, അത് കേവലം അല്ലാഹു തആലയുടെ ഒരു ആനുകൂല്യത്തിന്റെ ഒരു രീതിയാ കാണിക്കുന്നത്, അത് ഹിസാബല്ല. അത് അല്ലാഹ് അങ്ങനെ അങ്ങ് തേച്ചു മാറ്റി രക്ഷപ്പെടുത്തി വിടല. അതിനപ്പുറം ആരെങ്കിലും അല്ലാഹു തആല ഹിസാബിനെ വിധേയപ്പെടുത്തുമെങ്കിൽ അവൻ നരകത്തിലാണ്, അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
വസല്ലം. എന്താ ഹിസാബ് പറയാൻ നമുക്കിപ്പോ നേരെയില്ല, അവസാനിപ്പിക്കാൻ നേരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷേ അല്ലാഹു തആല നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു വലിയ തെളിവുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ രണ്ട് മലക്കുകളും നമ്മളെ ജീവിതം ഒപ്പിയെടുത്ത വലിയൊരു എവിഡൻസ് ഉണ്ട് റബ്ബിന്റെ കയ്യിൽ. കള്ളം പറയാൻ കഴിയൂല, പറഞ്ഞിട്ട് ഫലവുമില്ല, ഒരു രക്ഷയുമില്ല. ഈ മലക്കുകൾ എഴുതുന്നുണ്ടല്ലോ, നമ്മളെ റൂഹ് പിടിക്കാൻ സമയത്ത് ഇവർ ജോലി കഴിഞ്ഞ് പുസ്തകവും മടക്കി പുറത്തിറങ്ങും. പുസ്തകം മടക്കുന്നൊക്കെ നമ്മളെ ഭാഷ കേട്ടോ. അവരെ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങും. അവരെയൊക്കെ മരിക്കാൻ സമയത്ത് നമുക്ക് കാണാം. നമ്മളിപ്പോ കണ്ടിട്ടില്ല അവരൊക്കെ നമ്മൾ കാണും. കണ്ണുറന്ന് കിടക്കണേന്റെ ഒരു സിർറതാ. മരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ണുറക്കണ എന്താ? ഇതാണ് റഖീബ് അതീദ്. അവർ നമ്മളെ മുമ്പിൽ വരും, എന്നിട്ട് പരിചയപ്പെടുത്തും. എന്നെ അറിയോ? റഖീബ് അതീദ് ഞങ്ങളാ. എടാ, എത്ര സ്ഥലത്താടാ നീ ഞങ്ങളെ കൊണ്ടുപോയി വേദനിപ്പിച്ചത്? കള്ളു കുടിക്കുന്നിടത്ത് പോയി, പലിശ തിന്നുന്നിടത്ത് പോയി, വ്യഭിചാരം നടത്തുന്നിടത്ത് പോയി, മറ്റടുത്ത് പോയി, മറിച്ചെടുത്ത് പോയി ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചില്ലടാ നീ. അല്ലാഹു തആല ഇനി അങ്ങോട്ട് നിനക്ക് ഒരു ആനുകൂല്യവും തരാതെ റബ്ബിന്റെ ശാപത്തിൽ നിന്നെ തകർക്കട്ടെ. ശപിക്കും. അതല്ല, വാലിന്റെ മജ്‌ലിസിലും ദുആയുടെ മജ്‌ലിസിലും നിസ്കാരത്തിന്റെ മുസല്ലയിലും ഒക്കെയാണ് കൂട്ടിയെങ്കിൽ അവരപ്പോഴും പറയും, എത്ര എത്ര നല്ല മജ്‌ലിസാടാ നീ ഞങ്ങളെ കൊണ്ടിരുത്തിയത്. നിന്റെ കൂടെ ജീവിച്ചപ്പോ സന്തോഷം വിട്ടുള്ളൂ. അബദ്ധങ്ങളൊക്കെ നിന്നിൽ നിന്ന് വന്നു, ഞങ്ങളും അതിൽ വിഷമിച്ചു. പക്ഷെ അതിനൊക്കെ നീ തൗബ ചെയ്ത് പൊട്ടിക്കരഞ്ഞു. അവിടെയൊക്കെ അതിനെ പകരം ചെയ്ത് ഞങ്ങളെ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് നിന്നെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ, നല്ല ഇരുത്തം നിനക്ക് അള്ളാഹു തആല തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുകഴ്ത്തി പറഞ്ഞിട്ട് പോകും. ഈ പോകുന്ന മലക്കുകളായ ഈ മരിക്കാൻ കിടക്കുന്നവന്റെ അവസാനത്തെ കാഴ്ച ഇതാണല്ലോ റബ്ബേ റഖീബ്, ഇതാണല്ലോ അതീദ്, ഇവരാണല്ലോ എന്റെ ജീവിതത്തെ നിരൂപിച്ചിട്ട് പോണത് പടച്ചോനെ എന്നുള്ള തരത്തിലുള്ള നോട്ടമാ. ആ നോട്ടത്തിന്റെ ഒരു സിർ, റൂഹ് പോകുന്ന നോട്ടമുണ്ട്, അതോടൊപ്പം ഒരു സിർദാ എന്റെ പ്രിയപ്പെട്ടവര്. ഇവരിത് കൊണ്ടുപോയിട്ട് റബ്ബിന്റെ മുമ്പിൽ കൊടുത്ത റിക്കാർഡ് അല്ലാഹു തആല നാളെ വെളിവാക്കും. എന്നിട്ടത് നമ്മിലേക്ക് തന്നെ തന്നിട്ട് പറയും, ഇഖ്റാ കിതാബക്, വായിക്കടാ നിന്റെ കിതാബ്, വായിക്കടാ നിന്റെ കിതാബ്. ഇത് നിന്റെ കിതാബ് തന്നെയല്ലടാ, വായിക്കേ. ഇതൊരർത്ഥം. മറ്റൊരർത്ഥമുണ്ട് പ്രിയപ്പെട്ടവര്. ഖബറിലേക്ക് നമ്മളെ ഓരോരുത്തരുടെ മയ്യത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഖബറിലേക്ക് ഒരു മലക്ക് വരുന്നുണ്ട്, റൗമാൻ എന്ന് പേരുള്ള മലക്ക്. ഈ മലക്ക് നമ്മുടെ കഫംപുടവയുടെ ഒരു കണ്ണം വലിച്ചു കയറുന്നു, എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്നു, എന്നിട്ട് പറയുന്നു, എഴുതടാ. ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഹദീസ, എഴുതടാ നിന്റെ ജീവിതം മുഴുവനുമെന്ന് ആവശ്യപ്പെടുന്നു. ഉടനെ നമ്മൾ പറയും, എന്റെ കയ്യിൽ പേനയില്ല, പിന്നെ ഞാൻ എങ്ങനാ എഴുതുക? എന്റെ കയ്യിൽ പേപ്പറില്ല. ഉടനെ പറയും, വൈഹക്, വിട്ടി, നിന്റെ ഈ കഫംപുടവയുടെ കീറി തന്ന കണ്ടം നിനക്കുള്ള പേപ്പറാണ്, നിന്റെ കയ്യിന്റെ വിരല് നിനക്കുള്ള പേനയാണ്, നിന്റെ വായിലേക്ക് ആ വിരൽ നിട്ടിട്ടെടുക്കുന്ന ഉമിനീര് നിനക്കുള്ള മഷിയാണ്. അപ്പൊ ഖബറിലുണ്ട് ഉമിനീരും എല്ലാം. അപ്പൊ ആ ഉമിനീരിൽ മുക്കിയിട്ട് കഫംപുടവയിൽ നിന്റെ ജീവിതം മുഴുവനും എഴുതടാതെ പറയും. പ്രിയപ്പെട്ടവരെ, ചോദ്യം ചെയ്യാനുള്ള മലക്കെത്തുന്നതിന് മുമ്പ് എല്ലാരും എഴുതണം. അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിക്കേ, ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു തരേ, മനുഷ്യൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും എത്ര വർഷം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും എത്ര ചെറുപ്പത്തിൽ ചെയ്തതാണെങ്കിലും കയൗമിൻ വാഹിദ, ഒരൊറ്റ പകലിൽ ചെയ്തതുപോലെ, ഒരൊറ്റ ദിവസത്തിന്റെ പകുതിയിൽ ചെയ്തതുപോലെ അവന്റെ മനസ്സിലല്ല തെളിച്ചു കൊടുക്കുന്നു, അവന്റെ തലച്ചോറിലല്ല നിറച്ചു കൊടുക്കുന്നു. അത് മുഴുവനും അവൻ എഴുതി രേഖപ്പെടുത്തുന്നു. അല്ലാ, നമ്മുടെ മുൻഗാമികളൊക്കെ ഖബറിൽ കിടന്ന് എഴുതിയതാ, ഇനി നമ്മളും നാളെ എഴുതാനുള്ളതാ. അത് കഴിഞ്ഞതിന് ശേഷം മലക്കത് വാങ്ങുന്നു, എന്നിട്ട് നമ്മുടെ പിരടിയിൽ തന്നെ മാല പോലെ കെട്ടിത്തൂക്കുന്നു, നമ്മളെ കഴുത്തിൽ തന്നെ അത് കെട്ടിത്തൂക്കും. പ്രിയപ്പെട്ടവരെ, ഈ കഫംപുടവയിൽ നമ്മുടെ കൈ കൊണ്ട് എഴുതിയ ഈ റെക്കോർഡ് ഉണ്ടല്ലോ, നമ്മുടെ ജീവിതം മുഴുവനും എഴുതിയത്, ഇതിനെ നാളെ റബ്ബ് അവിടെ ഹാജരാക്കുന്നു. ഇത് നമ്മളെ കയ്യിലേക്ക് തരുന്നു, എന്നിട്ട് ചോദിക്കുന്നു, ഇഖ്റാ കിതാബക, ഇത് നീ തന്നെ എഴുതിയതല്ലടാ. നിന്റെ കൈപ്പടയിൽ നിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് നിന്റെ വായിലുള്ള ഉമിനീര് മുക്കിയിട്ട് നിന്റെ കഫംപുടവയുടെ കണ്ടത്തിൽ നീ തന്നെ എഴുതിയതിന്റെ ജീവിതമല്ലടാ. എന്റെ ഉമ്മ സമ്മതിക്കും, അതേ അല്ലാ,
എന്റെ ജീവിതം ഞാൻ എഴുതിയതാണ്. എന്റെ പെങ്ങളെ സമ്മതിക്കാതെ തരമില്ല, എന്റെ സഹോദര സമ്മതിക്കാതെ തരമില്ല. ഉടനെ റബ്ബ് പറയുന്നു, കഫാ ബി നഫ്സികൽ അലൈക ഹസീബാ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ എനിക്കൊരു മലക്കിന്റെ സാന്നിധ്യം വേണ്ട. ഇന്നെനിക്ക് നിന്നെ വിചാരണ ചെയ്താൽ നീ തെറ്റ് ചെയ്ത ഭൂമിയുടെ ഭാഗങ്ങളിലെ സാക്ഷിത്വം വേണ്ട. നീ എഴുതിയ ഈ ഒരൊറ്റ കടലാസ് മതിയടോ നിന്നെ എനിക്ക് വിചാരണ ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് അള്ള വായിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അതിലൊന്നും പെട്ടുപോകണ്ട. അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും യാചിച്ചോ, ഇതിലൊന്നും ഞങ്ങളെ പെടുത്തരുത് അല്ലാ, ഇങ്ങനെ വായിപ്പിക്കരുത് അല്ലാ, ഇങ്ങനെ ഹിസാബിനെ വിധേയപ്പെടുത്തരുത് അല്ലാ. യജമാനനോട് റബ്ബിനോട് യാചിക്ക്. പ്രിയപ്പെട്ടവര്, അങ്ങനെ ഹിസാബ് കഴിയുന്നതോടുകൂടി പരാജയം ഉറപ്പാ. ഞാൻ ചുരുക്കി നിർത്തട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയേ, പിന്നെ ഇനി രക്ഷയില്ല, നരകത്തിലേക്ക് വലിച്ചെറിയലാണ്. യൗമ യുഖദു ബിൻ നവാസി വൽ അഖ്ദാർ, ഹിസാബിൽ നിന്ന് കുഴഞ്ഞ് 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 അവസാനം നെഞ്ചും പള്ളയും മസ്റയുടെ പുറത്തേക്ക് വീഴുന്ന തരത്തിൽ ഇവൻ വീണു പോകുന്നു. അവന്റെ കണ്ണിലൂടെ രക്തമൊഴുകുന്നു. ഉടനെ മാലാഖമാര് വന്നിട്ട് അവന്റെ നട്ടെല്ല് വളയുന്ന തരത്തിൽ, പൊടിതവരായ പൊട്ടുന്ന വേദന അനുഭവിക്കുന്ന തരത്തിൽ അവന്റെ തലയെ പിന്നിലേക്ക് വലിക്കുന്നു. അതുപോലെ അവന്റെ കാൽപാദങ്ങളും അതേപോലെ വലിക്കുന്നു. ആ കാൽപാദങ്ങളെ കൊണ്ടുവന്നിട്ട് അവന്റെ മൂർധാവിലെ വലിയ നീളത്തിൽ അല്ലാഹു പടച്ചിരിക്കുന്ന മുടിക്കുത്തുകളോട് പയറ്റിക്കെട്ടുന്നു. 1000 തവണ ഓരോ ദിവസവും നട്ടെല്ല് പൊടിതവരായ പൊട്ടിപ്പോകുന്ന വേദന തിന്നണം. പ്രിയപ്പെട്ടവര്, യൗമ യുഖദു ബിൻ നവാസി വൽ അഖ്ദാർ, അങ്ങനെ കൂട്ടിക്കെട്ടിയതിന് ശേഷം അല്ലാഹുവിന്റെ നിർദ്ദേശം വരുന്നു, വലിച്ചെറിഞ്ഞുകളായിവന്, ചെറിഞ്ഞുകളായിവള് നരകത്തിലെ വെണ്ണീറാണ്, നരകത്തിലെ വിറകാണ്. നമ്മുടെ ആനുകൂല്യങ്ങൾക്കും നമ്മുടെ കരുണയ്ക്കും അർഹതയില്ല. അതുകൊണ്ട് വലിച്ചെറിയാനുള്ള നിർദ്ദേശം കിട്ടുന്നതോടുകൂടി മലക്കുകളെ നേരെ വലിച്ചെറിയുന്നു, നരകത്തിലേക്ക് വീഴും. പ്രിയപ്പെട്ടവരെ, പെട്ടുപോകണ്ട. അങ്ങനെ നരകത്തിലേക്ക് വീഴുമ്പോ നരകത്തിൽ കിടന്ന് പറയുന്ന വാക്കാ, ലമ്മാ ഖറഅതു കിതാബില യുഗാദിറുനി حرفا وما كان في سدي وإعلاني قال الجليل خذوه يا ملائكة مروا بعبديلا نيران عطشانا. എന്റെ കിതാബുകൾ എന്നെ കൊണ്ട് തന്നെ എന്റെ റബ്ബ് വായിപ്പിച്ചു. ഒരു ചെറിയ കണ്ടം പോലും വിട്ടുപോയിട്ടില്ല. ഒരു രാത്രിയുടെ സ്വകാര്യതയുടെ ഒരു വാക്ക് പോലും വിട്ടുപോയിട്ടില്ല. എല്ലാം വായിക്കേണ്ടി വന്നു. എല്ലാ സ്വകാര്യതകളും പൊളിച്ചടുക്കി കളഞ്ഞു റബ്ബ്. ഒരു ഹർഫ് പോലും വിട്ടുപോയില്ല. ഒരു രഹസ്യവും പരസ്യവും ഒന്നും അല്ലാഹു മാറ്റിവെച്ചില്ല. എല്ലാം വായിച്ചു കഴിഞ്ഞു. അവസാനം തളർന്നു വീണു. പരാജിത ഭാരത്തോടെ വീണുപോയി എന്നെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ മലക്കുകളോട് പറഞ്ഞു, ഖാലൽ ജലീലു ഖുദൂ യാ മലായിക. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, അല്ലയോ എന്റെ മലക്കുകളെ, പിടിക്കൂ ഇവനെ. ഇവൻ കരുണയുടെ ആനുകൂല്യം അർഹിക്കുന്നില്ല, അതുകൊണ്ട് പിടിക്കൂ ഇവനെ. എന്നിട്ട് മുർറൂ ബിഅബ്ദീലൻ നീറാനി അത്ശാന, അവന്റെ തൊണ്ട പൊട്ടുന്ന പരദാഹത്തോടുകൂടി ഒരു തുണ്ട് ഭക്ഷണമില്ലാതെ ഇത്രയും കഴിഞ്ഞതുപോലെ തന്നെ അതേ ദാഹത്തോടെ ചാവാലി പട്ടികളെ പോലെ വലിച്ചെറിയ നരകത്തിലേക്കെന്ന് എന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞു. അതോടുകൂടി ഞാനിവിടെ വീഴുവോ? എന്റെ ആമാശയം തീയാണ്, എന്റെ തലച്ചോറ് കനൽക്കട്ടയാണ്, എന്റെ കണ്ണിലൂടെ തീക്കട്ടകൾ നിർഗളിക്കുകയാണ്. ഒരു സ്ഥലത്തിന്റെ ഒരു അംശം പോലും തീയില്ലാത്തതില്ല, ഉരുകാത്തതില്ല.
തകരുമ്പോ വീണ്ടും വീണ്ടും അല്ലാഹു എന്നെ പുനഃസൃഷ്ടിക്കുകയാണോ? ഒരിച്ചിരി വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, ഒരിച്ചിരി ഭക്ഷണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, ഒരിച്ചിരി തണുപ്പെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വിളിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷേ രക്ഷയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഇത്ര ഗൗരവത്തിലൂടെ ഉണർത്തി തരുമ്പോ ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവര്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ശൈആ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം യൗമ തശ്ഖസു ഫീഹിൽ അബ്സാർ യൗമ ലാ യൻഫഉ الظالمين معذرتهم ولهم اللعنة ولهم سوء الدار. ഇങ്ങനെ എത്ര സ്ഥലങ്ങളിലായി ഭീകര ദിവസത്തെ പരിചയപ്പെടുത്തിയത്, എത്ര ശൈലിയിലാ അല്ലാഹു ഈ ദിവസത്തെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് മറക്കല്ലേ പെങ്ങളെ, അവഗണിക്കല്ലേ സഹോദരാ. ആഖിറം എന്ന ദിവസമുണ്ട്. ഈ കേട്ടതിനേക്കാളും എത്രയോ അപ്പുറം അനുഭവിക്കാറുള്ള ഭീകരമായ 19,000 കൊല്ലമൊന്ന് കാല് മാറ്റി ചവിട്ടാൻ അനുവദിക്കാതെ അല്ലാഹു ഒരുക്കി നിർത്തുന്ന റബ്ബിന്റെ ചോദ്യശങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ഹിസാബിന്റെ ഘട്ടം നമുക്ക് അല്ലാഹു എപ്പോഴേ തീരുമാനിച്ചു. അവിടെ രക്ഷപ്പെട്ടേ പറ്റൂ, അവിടെ രക്ഷപ്പെട്ടേ പറ്റൂ. എല്ലാരും ഇല്ലേ, പിന്നെ എനിക്കെന്താന്ന് ചിന്തിക്കണ്ട. അവിടെ ആരും എല്ലാരെയും ചിന്തിക്കില്ല. ഓരോരുത്തരും മനം പൊട്ടി ഉരുകും സഹോദരാ. അത് നാളെ വരാതിരിക്കണമെങ്കിൽ ഇവിടെ സ്മരിക്കപ്പെട്ട മഹാനായ ഹസൻ മൗലവി ഉസ്താദ് എന്ന വലിയ മഹാനെ പോലെ, കോട്ടുപാപ്പ എന്ന നിങ്ങളെ നാടിന് പരിശുദ്ധമായ ഇൽമിന്റെ വെളിച്ചം വിതരുത്തുന്ന മഹാനെ പോലെ, ഒരായുസല്ലാക്ക് സമർപ്പിച്ച ഏഴും വലിയുള്ള എന്ന മഹാനെ പോലെ, ഇവരോടൊപ്പം നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച ലോകമറിയുന്ന മഹാനായ ദുആക്ക് ഇജാബത്തുള്ള കണിയാപുരം അബ്ദുർ റസാഖ് ബസാർ എന്ന മഹാനെ പോലെ അവരൊക്കെ റബ്ബിനെ ഭയന്നവരാണ്, ഈ ദിവസത്തെ പേടിച്ചവരാണ്, അങ്ങനെ റബ്ബിലേക്ക് മനസ്സുകൊണ്ട് പറന്നവരാണ്. അവരെ പാത പിന്തുടരുക പ്രിയപ്പെട്ടവര്, അവരെ സംസ്കാരമാക്കുക പ്രിയപ്പെട്ടവര്. അവരെ സ്വകാര്യത പോലെ, അവരെ ആത്മീയത പോലെ, അവരെ വറായ പോലെ, അവരെ ജീവിതത്തിന്റെ സൂക്ഷ്മത പോലെ, അവര് റബ്ബിനെ കണ്ടതുപോലെ, അവര് മുത്തുനബിയെ കണ്ടതുപോലെ ഞാനും നിങ്ങളും ഈ മണ്ണിൽ വെച്ച് തീരുമാനമെടുക്കുക. ഞാനും അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. അവരെ വഴിയെ നടക്കാൻ ഞാനും കൊതിക്കുന്നു. അവരെ ഓരം പറ്റി അവരെ ജീവിതത്തിന്റെ ശൈലിയിലൂടെ അവരോടൊപ്പം കൂടാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എനിക്കും നാളെ മഹ്ശറയിലെ സലാമത്ത് വേണം, രക്ഷ വേണോ. എന്റെ മുഖവും അവരെ മുഖങ്ങൾ നാളെ പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കണോ. അവരെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോ അവരെ ഓരം പറ്റിയിട്ട് പോകണമെന്ന് തീരുമാനിക്കുക പ്രിയപ്പെട്ടവര്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ ഇൽമ പറയാനും കേൾക്കാനും നമുക്ക് അവസരം അല്ലാഹു ഒരുക്കി തരാൻ കാരണമായ ഈ പരിശുദ്ധമായ തക്യാബ് പോലും പുനർക്രമീകരിച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പോലും യോഗ്യമാക്കി തന്ന ഈ നാടിന് അല്ലാഹു വരദാനമായി തന്ന ഇൽമിന്റെ സമ്പത്താകുന്ന എന്റെ പ്രിയപ്പെട്ട വന്ദ്യരായ ജ്യേഷ്ഠ സഹോദരൻ കല്ലൂർ റഹീം ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ, ആരോഗ്യം നസീബാക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്